കുറച്ച് അക്കൗണ്ടോ വെച്ചു ഇതൊന്ന് ഇവിടെ വെച്ചു. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹിയുടെ സാദുൽ മആദ് എന്ന കിതാബിൻ്റെ മുഖ്തസർ ഇമാം അഹ്മദ് ബിൻ അബ്ദുൽ വഹ്ഹാബ് റഹിമഹുള്ളാഹ് ഇഖ്തിസാർ ചെയ്ത ചുരുക്കി എഴുതിയിട്ടുള്ള കിതാബാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസത്തിൽ നാം വായിച്ചിരുന്ന ഫസ്ൽ ബാബ് എന്നത് സ്വതക്കയുമായി ബന്ധപ്പെട്ട് അഥവാ സക്കാത്തുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ പറഞ്ഞതിന് ശേഷം തത്തവ്വുആയിട്ടുള്ള സ്വതക്കകൾ അഥവാ ഐച്ഛികമായിട്ടുള്ള ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ദാനധർമ്മങ്ങൾ നിർവഹിച്ചിരുന്ന വ്യക്തിയാണ് എന്നും അത് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം നൽകാനുള്ള ഗുണവും നൽകിയതുകൊണ്ട് ലഭിക്കുന്ന നേട്ടവുമാണ് ശറഹ് സദർ, ഹൃദയത്തിൻ്റെ വിശാലത എന്നുള്ളത് നാം പറഞ്ഞു. ഇതിനെ തുടർന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഫസ്ലിൽ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു സത്യവിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് തന്നെ ഖൽബിന് അവൻ്റെ ഹൃദയത്തിന് വിശാലത നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അവൻ്റെ നെഞ്ചിന് അല്ലെങ്കിൽ ഖൽബിന് വിശാലത നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനിയുള്ള ഈ സദഖയുടെ ബാബിൽ കുറിച്ച് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ഖൽബിന് ഈ രണ്ട് അവസ്ഥകളുണ്ട് നമ്മുടെ നെഞ്ചിന്. ഒന്ന് ഇടുങ്ങിയതായി പോകുന്ന അവസ്ഥയുമുണ്ട്, രണ്ട് വിശാലമായിരിക്കുന്ന അവസ്ഥയുമുണ്ട്. ഇടുങ്ങിയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കുകയും പാപങ്ങൾ ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഴുകുമ്പോൾ നമുക്ക് അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധമോ അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള കടമകളെ വീഴ്ച വരുത്തുമ്പോഴോ പാപം സംഭവിക്കുമ്പോഴോ എല്ലാം നമ്മുടെ ഖൽബ് ഇടുങ്ങിയതുപോലെ നമുക്ക് തോന്നും. അതേസമയം നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ, ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി ഒരു ഹറാമിനെ നമ്മൾ ആഗ്രഹിച്ചിട്ടും ഹറാമിനെ ഒഴിവാക്കുമ്പോൾ, അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴെല്ലാം ഖൽബിന് വിശാലതയും അനുഭവിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ വേറെ കിതാബിൽ പറഞ്ഞു കാണാം, ഒരുവന്റെ ഖൽബ് ഈ ദുനിയാവിൽ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാവും അവന്റെ ശരീരം അവന്റെ ഖബറിൽ ഉണ്ടാവുക. അതായത് ഖൽബ് ഇടുങ്ങിയതാണ് എങ്കിൽ, ഇടുങ്ങിയതാകുന്നത് കുഫ്ർ കൊണ്ടും പാപങ്ങൾ കൊണ്ടൊക്കെയാണ്, അവന്റെ ഖബറും അതുപോലെ ആയിരിക്കും. ഖൽബ് വിശാലമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ, ഈമാൻ കൊണ്ടും അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ടും വിശാലമായ അവസ്ഥയിലാണെങ്കിൽ നാളെ പരലോകത്ത് ഖബറിലെ അവസ്ഥയും അങ്ങനെയാകുമെന്നുള്ളത്. ഇനി ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഹൃദയവിശാലതയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിനെ തുടർന്ന് പറയുന്നത്. കിതാബിലെ ഭാഗം വായിക്കാം. ഒരാളുടെ ഹൃദയത്തിന് വിശാലതയേകുന്ന ഏറ്റവും വലിയ കാരണം എന്നത് തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. അതിലൂടെയാണ് ഏറ്റവും ഹൃദയവിശാലത ഒരു അടിമക്ക് ലഭിക്കുക. അതിന്റെ പൂർണ്ണതയിലൂടെയും അതിന്റെ ദൃഢതയിലൂടെയും ശക്തിയിലൂടെയും ആ തൗഹീദ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആരുടെയാണോ വ്യക്തി, ആ വ്യക്തിയുടെ ഹൃദയത്തിന്റെ വിശാലതയും വർദ്ധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ഖൽബിന് വിശാലതയേകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. ഏറ്റവും ഞെരുക്ക നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശിർക്കുമാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവവും ഓരോ ഉദ്ദേശത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ നാവ് കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്, കണ്ണുകൊണ്ടൊരു ഉദ്ദേശമുണ്ട്, കാതുകൊണ്ടൊരു ഉദ്ദേശമുണ്ട്, അതുപോലെ ഖൽബ് കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. ഖൽബ് സൃഷ്ടിക്കപ്പെട്ടതിനുള്ള ഉദ്ദേശമായിട്ട് പണ്ഡിതന്മാർ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാം പറയുന്നത് കാണാം. അത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ അടിസ്ഥാനമാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ തൗഹീദ് ഉണ്ടാവുള്ളൂ, ഇഷ്ടമല്ലാതെ തൗഹീദ് ഉണ്ടാവുകയില്ല. അപ്പോൾ തൗഹീദ് ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനുമാണ് നമ്മുടെ ഖൽബ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്.
അപ്പോൾ അതില്ല എങ്കിൽ പിന്നെ ആ കൽബിന്റെ അവസ്ഥ താളം തെറ്റിയ അവസ്ഥയിലാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും ഹക്ക് സംസാരിക്കാനും അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങൾക്കാണ്. അതേസമയം ബാത്തിലായ കാര്യങ്ങൾ ആണ് നമ്മുടെ നാവിലൂടെ വരുന്നത് എങ്കിൽ അത് സൃഷ്ടിക്കപ്പെട്ട ഉദ്ദേശത്തിൽ നിന്ന് അത് തെറ്റിപ്പോകും. പിന്നെ അവൻ എന്തെല്ലാം പറയും, എവിടെയെല്ലാം എത്തുമെന്ന് പറയാൻ സാധിക്കില്ല. അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് നാവ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ കൽബിന് ഈ വിശാലത വേണമെങ്കിൽ അവിടെ തൗഹീദ് നിർബന്ധമാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹി ആയത്തുകൾ ഇതിനെ അറിയിക്കുന്ന ആയത്തുകൾ കൊടുക്കുകയാണ്. قال الله تعالى أفمن شرح الله صدره للإسلام فهو على نور من ربه. ആർക്കാണോ അല്ലാഹു തആല ഇസ്ലാമിന് വേണ്ടി കൽബിന് നെഞ്ചിന് വിശാലത നൽകിയിട്ടുള്ളത് അവൻ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രകാശത്തിലാണ് എന്ന് പറഞ്ഞു കാണാം. സൂറത്തുൽ സുമറിലെ 22-ാമത്തെ ആയത്താണ്. മറ്റൊരായത്ത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുന്നത് സൂറത്തുൽ അൻആമിലെ 125-ാമത്തെ ആയത്ത്. വഖാല തആല ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു. അള്ളാഹു ആർക്കാണോ ഹിദായത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നത് യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അവന്റെ നെഞ്ചിനെ ഇസ്ലാം സ്വീകരിക്കാനുള്ള വിശാലത നൽകും. വമൻ യുരിദ് അൻ യുദില്ലഹു, ആരെയാണോ അള്ളാഹു വഴികേടിലാക്കാൻ ഉദ്ദേശിക്കുന്നത് യജ്അൽ സദ്റഹു ദയ്യിഖൻ, അവന്റെ നെഞ്ചിനെ ഇടുങ്ങിയതാക്കും. ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന ഒരുവനെ പോലെ അവന്റെ നെഞ്ചിനെ ഇടുങ്ങിയതാക്കി അല്ലാഹു തആല മാറ്റുമെന്ന് പറയാം. അപ്പോ തൗഹീദ് എന്നുള്ളത് ഖൽബിന് വിശാലത ലഭിക്കുന്നതിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിനെ കുറിച്ചുള്ള പഠനം, അത് പ്രാവർത്തികമാക്കൽ, അതിന്റെ പൂർത്തീകരണം എങ്ങനെ നേടാൻ സാധിക്കുമെന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. ഒരിക്കലും വിചാരിക്കരുത് ഞാൻ തൗഹീദൊക്കെ തികഞ്ഞവനായി, ഇനി എനിക്കൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ തൗഹീദിനൊന്നും എനിക്ക് പഠിക്കാനില്ല, അങ്ങനെ വിചാരിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. അതൊരിക്കലും തൗഹീദ് എന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയതിനേക്കാൾ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. അതിനനുസരിച്ച് അത് പൂർത്തീകരിച്ച് തഹ്ഖീഖ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തൗഹീദുള്ളവരാണ് ഏറ്റവും ഹൃദയവിശാലത അനുഭവിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ കാര്യം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വമിൻഹാ അന്നൂറു അല്ലദീ യഖ്ദിഫുഹു അല്ലാഹു ഫിൽ ഖൽബ്. രണ്ടാമത്തെ ഒരു കാരണം ഖൽബിന് വിശാലത ലഭിക്കാനുള്ളത് അല്ലാഹു തആല ഒരാളുടെ ഖൽബിന് ഇട്ട് കൊടുക്കുന്ന നൂറാണ്, പ്രകാശമാണ്. വഹുവ നൂറുൽ ഈമാൻ, അത് ഈമാനിന്റെ പ്രകാശമാണ്. ആ ഈമാനിന്റെ പ്രകാശം ആർക്കാണ് ഇട്ടുകൊടുക്കുന്നത് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയ വിശാലത അവൻ അനുഭവിക്കാൻ സാധിക്കും. വഫി തിർമിദി മർഫൂഅൻ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ അന്നഹു ഖാല ഇദാ ദഖല നൂറുൽ ഖൽബ ഇൻഫസഹ വൻശറഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരുടെയെങ്കിലും ഖൽബിൽ ഈ നൂറ്, അള്ളാഹുവിന്റെ ഈ നൂറ് കയറി കഴിഞ്ഞാൽ ആ കൽബ് വിശാലമാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ രണ്ടാമത്തെ കാര്യം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഹൃദയ വിശാലതയ്ക്ക് ആവശ്യമായി പറയുന്നത് ഈമാൻ എന്നുള്ള ഈ പ്രകാശം കൽബിലേക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൽ നിന്നുള്ള ആ നൂറ് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ ഏറ്റവും സമാധാനം അടങ്ങുന്ന ഒരവസ്ഥയിൽ, ഏറ്റവും സന്തോഷമുള്ള അവസ്ഥയിൽ അവന്റെ ഹൃദയത്തിന് വിശാലത ഉണ്ടാകും. അല്ലാഹു തആല ഇട്ടുകയാണ് ഈമാനോടുള്ള ഒരു ഇഷ്ടം, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളോടുള്ള ഒരു ഇഷ്ടം, ബിദ്അത്തുകളോടും അതുപോലെ തന്നെ പാപങ്ങളോടുള്ള വെറുപ്പ്, ഇതൊക്കെ ഈ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. ആ പ്രകാശം കിട്ടുമ്പോഴാണ് ഹൃദയത്തിന് രണ്ടാമത് ഏറ്റവും വിശാലത ഉണ്ടാക്കുന്ന കാര്യമായിട്ട് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഈമാൻ എന്ന് പറഞ്ഞ കാര്യം, അതായത് തൗഹീദും ഈമാനും നമ്മൾ പറയുമ്പോൾ ഒരേ അർത്ഥത്തിൽ വരുമെങ്കിലും തൗഹീദ് ഉള്ളവരിൽ തന്നെ ഈമാൻ എന്നുള്ളത് എന്താണ്, കൂടി കുറഞ്ഞു നിൽക്കും. തൗഹീദ് എന്നുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്ന നിലക്ക് മനസ്സിലാക്കിയാൽ രണ്ടും ഒരേ ആശയമാണ്. പക്ഷെ അത് ഒരുമിച്ച് പറയുമ്പോൾ ഈമാൻ എന്നുള്ളത് ഒരാളുടെ ഉള്ളിൽ കൂടിയും കുറയും നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ ഈമാനിന്റെ പ്രകാശം എത്രയാണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ച് അവന്റെ ഖൽബിൽ വിശാലത ഉണ്ടാവും. അപ്പൊ തൗഹീദുള്ള എല്ലാവരും ഒരേ ഈമാനുള്ളവരാവോ? ഇല്ല.
ഈമാൻ പല രീതിയിൽ വ്യത്യസ്തപ്പെട്ടിരിക്കും. അതാണ് ഈ പ്രകാശം എന്നുള്ളത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹു ആണ് നിങ്ങൾക്ക് ഈമാനോട് ഇഷ്ടമുണ്ടാക്കി തരുന്നത്. അതാണ് നിങ്ങളുടെ കൽബിൽ അല്ലാഹു ആണ് അത് അലങ്കരിച്ച് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കുഫറിനോടും ഫുസൂഖിനോടും ഇസ്യാനോടും നിഷേധത്തിനോടും അതുപോലെ തന്നെ തെമ്മാടിത്തരങ്ങളോടും അനുസരണക്കേടിനോടൊക്കെ വെറുപ്പുണ്ടാക്കി തരുന്നതും അള്ളാഹു ആണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഈമാനിന്റെ പ്രകാശം എത്രയാണോ ലഭിക്കുന്നത് അതിനനുസരിച്ച് അവന്റെ ഖൽബിൽ ആ വിശാലത അവൻ അനുഭവിക്കും. മൂന്നാമത്തെ ഒരു കാരണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വമിൻഹാ العلم فإنه يشرح الصدر ويوسعه وليس هذا لكل علم. മൂന്നാമത്തെ കാര്യം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കിതാബിൽ പറയുന്നത് അൽ ഇൽം, അറിവാണ്. ഫഇന്നഹു യശ്റഹു الصدر, ആ അറിവ് ഒരാളുടെ ഖൽബിന് വിശാലതയേകും. വയുവസ്സിഉഹു, അത് വിശാലമാക്കി മാറ്റും. വലൈസ ഹാദാ ലികുല്ലി ഇൽമിൻ, അത് എല്ലാ അറിവിനുമില്ല. ബൽ ലിൽ ഇൽമിൽ മൗറൂസി അൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനന്തരമായി എടുക്കപ്പെട്ടിട്ടുള്ള ആ അറിവിനാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുക. അതായത് ശർഈയായ ഇൽമ് നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ ഖൽബിന് വിശാലത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ദീനിയായിട്ടുള്ള അറിവ് എത്രത്തോളമാണോ നമ്മൾ നേടുന്നത്, അതിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നത്, അത് പഠിക്കുന്നത്, അത് പ്രാവർത്തികമാക്കുന്നത്, അതെല്ലാം നമ്മുടെ ഖൽബിന് വിശാലതയേകും. ശർഈയായ ഇൽമ്. വമിൻഹ, അതിൽപ്പെട്ടതാണ് അൽ ഇനാബത്തു ഇലല്ലാഹ്, ഖൽബിന് വിശാലതയേകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിലേക്കുള്ള ഇനാബത്ത്. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുകയും അതോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനാണ് ഇനാബത്ത് എന്ന് പറയാം. പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനാണ് ഇനാബത്ത് എന്ന് പറയുക. അങ്ങനെ ഇനാബത്ത് ചെയ്യുന്നത് ഖൽബിന് വിശാലതയേകുന്ന കാര്യമാണ്. വമഹബ്ബതുഹു ബികുല്ലിൽ ഖൽബ്, പൂർണ്ണമായ ഖൽബ് പൂർണ്ണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം കൊണ്ട് നിറയ്ക്കുക എന്നുള്ളത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളത് ഇനാബത്തിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനോട് ഇഷ്ടം ഉണ്ടാവുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വലിൽ മഹബ്ബതി, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന് തഅ്സീറുൻ അജീബുൻ ഫി ഇൻശിറാഹി സദ്ർ വതീബിൻ നഫ്സ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന് വലിയൊരു അനന്തരഫലം നമുക്കുണ്ടാവും. അതായത് നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എത്രയാണോ വർദ്ധിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഖൽബിന് വിശാലതയും നമ്മുടെ മനസ്സിന് ഉന്മേഷവും അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകും. വകുല്ലമാ കാനത്തിൽ മഹബ്ബതു അഖ്വാ, എത്രത്തോളമാണോ ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം ശക്തിപ്പെടുന്നത്, കാന സ്വദ്റു അശ്റഹ, അത്രത്തോളം അവന്റെ ഖൽബ് വിശാലമാകും. വലാ യദീഖു ഇല്ലാ ഇൻദ റുഅയത്തിൽ ബത്താലീൻ, അങ്ങനെയുള്ള ആളുകളുടെ ഖൽബ് പിന്നെ ഞെരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നെഞ്ച് ഇടുങ്ങിയ അല്ലെങ്കിൽ ദൗർഭാഗ്യവാന്മാരായിട്ടുള്ള കുഫറിന്റെയും അതുപോലെ മഅസിയത്തിന്റെയും നിഫാഖിന്റെയും ആളുകളെ കാണുമ്പോൾ അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഞെരുക്കുണ്ടാവുമല്ലോ, അത് മാത്രമേ അവൻ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിനോടുള്ള ഇഷ്ടം നേടിയ അത് മുഖേന ഹൃദയം വിശാലമായ ഒരു അടിമയുടെ ഖൽബിന് പിന്നെ ഞെരുക്ക് അനുഭവിക്കേണ്ടി വരിക കുഫറിലും മഅസിയത്തിലൊക്കെ ആയിട്ട് ആരെങ്കിലും കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഞെരുക്കായിരിക്കും അവനുണ്ടാവുള്ളൂ. അല്ലാതെ അവന്റെ ഖൽബ് ഏറ്റവും വിശാലമായ അവസ്ഥയിലായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അള്ളാഹുവിലേക്കുള്ള ഇനാബത്ത് എന്നുള്ളത്. ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം, അവര് സൽഫുകളിൽ ചിലർ അവർ പറയാറുണ്ട്, ഇൻ കുൻതു ഫിൽ ജന്നതി ഫി മിസ്ലി ഹാദിഹിൽ ഹാല ഫഇന്നി ഇദൻ ഫി ഐശിൻ ത്വയ്യിബിൻ. അവർ ചില സമയത്ത് അള്ളാഹുവിനോട് അടുക്കുന്ന ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കുന്ന അവസ്ഥ ഉണ്ടായി, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ആസ്വാദനം ഉണ്ടല്ലോ. എന്നിട്ട് ആ സമയത്ത് അവർ പറയും, ഇതേപോലെയാണ് സ്വർഗത്തിൽ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ജീവിതം തന്നെയാണ്. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് സ്വർഗത്തിൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുക എങ്കിൽ അത് ഏറ്റവും നല്ലൊരു ജീവിതം തന്നെ ആയിരിക്കും എന്ന് ചില സലഫുകൾ ഈ ഒരു ആസ്വാദനം കണ്ടെത്തിയ സമയങ്ങളിൽ അവർ പറഞ്ഞത് കാണാം. അപ്പോ ഈ നിലക്ക് അള്ളാഹുലേക്ക് അടുക്കുക, അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാവുക, മറ്റെന്തിനേക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം ഖൽബിലുണ്ടാവുക പൂർണ്ണമായിട്ട്. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും നമ്മുടെ ഇഷ്ടത്തിനേക്കാളും മറ്റെന്തിനേക്കാളും നമുക്ക് വലുത്.
അള്ളാഹുവിനോടുള്ള ഇഷ്ടമായിരിക്കും വേറൊരു സൃഷ്ടിയോടും ഒരു വസ്തുവിനോടും ഒരു വ്യക്തിയോടും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനോടുള്ള ഇഷ്ടത്തിനേക്കാൾ നമുക്ക് വലുത്. അങ്ങനെയാകുമ്പോൾ ഖൽബിൽ ഏറ്റവും വിശാലത അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. മിൻഹ എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അതിൽപ്പെട്ടതാണ് ദവാമുദ്ദിക്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്ഥിരതയോടുകൂടി ദിക്ർ ചെയ്യുക, ഓർമ്മിക്കുക എന്നുള്ളത്. ഫലിദ്ദിക്രി തഅ്തീറുൻ അജീബുൻ ഫി ഇൻശിറാഹിസ് സദ്ർ, ദിക്റുകൾക്ക് ഖൽബിന് വിശാലതയേകുന്നതിൽ വലിയ ഒരു സ്വാധീനമുണ്ട് എന്ന് പറയാം. അതെ, നമ്മുടെ ആദ്യം പറഞ്ഞല്ലോ, ഖൽബ് സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനുമാണ്. അതില്ലാതെ എന്ത് കാര്യം ഖൽബിൽ നടന്നാലും ഖൽബിന് എന്താവൂല, സമാധാനാവൂല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഒരു മീനിന് വെള്ളം എത്ര ആവശ്യമാണോ അതുപോലെയാണ് ഖൽബിന് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ. ആ മീനിനെ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമോ അതുപോലെ ആയിരിക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നഷ്ടപ്പെട്ട ആളുകളുടെ ഖൽബ് എന്നുള്ളത്. ജീവനുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അഥവാ കുഫറിലായിക്കൊണ്ട് ഖൽബ് ചത്തുപോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾക്ക് വെള്ളത്തിൽ കിടന്നാലും പുറത്തിരുന്നാലും വ്യത്യാസമുണ്ടോ? ഇല്ല. എന്നാൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരാൾക്ക് ആ ദിക്ർ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഖൽബിനെ അനുഭവിക്കുന്ന അവസ്ഥ ഇതുപോലെ ആയിരിക്കും. ഇപ്പൊ ഒരാൾ നല്ലൊരു വ്യക്തിയാണ്, നല്ല അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളാണ്, തൗഹീദുള്ള ആളാണ്, അയാൾക്ക് ഏതെങ്കിലും പാപം ചെയ്യുമ്പോൾ അയാളുടെ ഖൽബിനെ അനുഭവിക്കുന്ന ആയിരിക്കും വളരെ വലുതായിരിക്കും. അതേസമയം എപ്പോഴും കുഫറിലും മാസിയത്തിലായിരിക്കുന്ന ഒരാൾക്ക് അറിയില്ല, അയാളുടെ ഖൽബിന് എന്താ പറ്റിയിരിക്കുന്നത് മനസ്സിലാക്കാനുള്ള അവസ്ഥ അയാൾക്ക് ഉണ്ടാവില്ല. ഖൽബ് അത്രയും ചത്തുപോയിട്ടുണ്ടാവും. അപ്പോൾ ദിക്ർ എന്നുള്ളത് ഖൽബിന് ഏറ്റവും സമാധാനം. ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞു സമാധാനമേകുന്ന കാര്യമാണ്. ഖുർആൻ പറഞ്ഞു അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടത്രേ ഖൽബുകൾ സമാധാനം അടയുന്നത്. അപ്പോൾ ദിക്റുള്ള ഖൽബ് എന്ന് പറഞ്ഞാൽ അത് ഹയ്യാണ്, അത് ജീവനുള്ളതാണ്. ദിക്ർ ഇല്ലാത്തത് എന്നുള്ളത് മയ്യത്തായതാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളുടെയും കുഫാറുകളുടെയും എല്ലാം പലതരത്തിലുള്ള വാക്കുകളും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അള്ളാഹു പറഞ്ഞെന്താ? സൂറത്തുൽ ഹിജ്റിലെ 97-98 ആയത്തുകളിൽ വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ, അവർ പറയുന്ന ആ വാക്കുകൾ കേട്ട് നബിയെ നിന്റെ ഖൽബിൽ ഒരു ഞെരുക്കം നീ അനുഭവിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, നമുക്കറിയാം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വകും മിനസ് സാജിദീൻ. എന്താണ് ചെയ്യേണ്ടത്? നീ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുക, അള്ളാഹുവിനെ തഹ്മീദ് ചെയ്യുക, അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാവുക. അതായത് ആ ഞെരുക്കം ഒഴിവാകാനുള്ള മാർഗമാണത്. ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്ന ഒരു കാര്യം കൂടി പറയാണ്, അക്സിർ മിൻ ദിക്രില്ലാഹ്. അവിടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് നീ ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. വതസ്ബീഹിഹി വതഹ്മീദിഹി വസ്സലാ, തസ്ബീഹും തഹ്മീദും നിസ്കാരവും എല്ലാം. ഫഇന്ന ദാലിക യുവസ്സിഉ സദ്ർ, അത് നിന്റെ നെഞ്ചിന് വിശാലതയേകും. വയശ്റഹു, അതിനൊരു ഇൻഷിറാഹ്, അതിനൊരു വിശാലത നൽകും. വയുഈനുക അലാ ഉമൂരിക്, എല്ലാ കാര്യത്തിനും നിനക്കൊരു പിന്താങ്ങുമായിരിക്കും എന്ന് പറയാം. സത്യത്തില് നമുക്കെല്ലാം പലപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ദീനിനെ പ്രാവർത്തികമാക്കുമ്പോൾ അല്ലെങ്കിൽ ഈമാനിനെ കണ്ടെത്തുമ്പോൾ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് അതിന് പരിശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഹൃദയവിശാലത എന്തായിരിക്കും എന്ന് പോലും ചില ആളുകൾക്ക് മനസ്സിലാവാത്തത്. ചിലപ്പോൾ ഇതൊക്കെ പറയുന്ന ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ചിന്ത, ഇതെന്താ ഇങ്ങനെ ഒരു ഹൃദയവിശാലത പറഞ്ഞാൽ എന്താണ്, ഇതെന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പരിധി വരെ നമുക്ക് എന്തുണ്ടായിട്ടുണ്ടാവുള്ളൂ, ഹൃദയവിശാലത ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ഒരു അവസ്ഥയാണ് സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന് പറയാൻ മാത്രം നമുക്ക് എന്തുണ്ടായിണ്ടാവില്ല, അങ്ങനെ ഒരു സന്തോഷമോ അങ്ങനെ ഒരു സമാധാനമോ ദുനിയാവിൽ ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പലപ്പോഴും നമുക്കത് മനസ്സിലാകാതെ പോകുന്നത്. അപ്പോ ഈ ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഒരു മത്സരം പോലെയാണ്. അത് അതിന്റെ അവസാനം നമ്മുടെ മരണമായിട്ടുള്ള അവസാനം എത്തുന്നത് വരെ അതിൽ മുന്നേറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം, അതിൽ മുന്നിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു നിയ്യത്തും ഉദ്ദേശവും അതിനുള്ള പരിശ്രമവുമാകുമ്പോൾ ദീന് എന്താവൂല നമുക്ക്. അതായത് ഇപ്പൊ ചില ആളുകൾ അവരുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ചെയ്യുന്ന ദീന് പൂർത്തിയായി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. അതായത് ബിദ്അത്തുകൾ ചെയ്യുന്ന കാര്യമില്ല, ഞാനിപ്പോ എല്ലാം ശരിയായി, ഇനി എനിക്കൊന്നും ദീനിൽ കണ്ടെത്താനില്ല എന്ന ഒരു അവസ്ഥയിൽ ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം മുസ്ലിമീങ്ങളും. തൗഹീദുള്ള സലഫിയത്ത് മനസ്സിലാക്കിയുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്, അല്ലാതുള്ള ആളുകളുടെ അല്ല. പക്ഷെ അങ്ങനെയല്ല. അതിനപ്പുറത്തേക്ക് സലഫുകൾ അവരുടെ ജീവിതത്തിൽ കണ്ടെത്തിയിരുന്ന ഒരു സമാധാനവും സന്തോഷവും ഹൃദയ വിശാലതയും ഉണ്ട്.
അത് അവരുടെ അസറുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതും അവർ നേടിയെടുത്ത മാർഗങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതുമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വമിൻഹാ അൽ-ഇഹ്സാനു ഇലൽ ഖൽഖ്. ഹൃദയവിശാലത ലഭിക്കുന്ന മറ്റൊരു കാര്യമാണ് സൃഷ്ടികളോട് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്. അഥവാ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബം, അയൽവാസികൾ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ആളുകൾക്ക്, സൃഷ്ടികൾക്ക്, മൃഗങ്ങൾക്കാണെങ്കിൽ പോലും, ഏതൊരു മൃഗത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ പോലും അതിന്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും സൃഷ്ടികളോട് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് ഖൽബിന് വിശാലതയേകുന്ന കാര്യമാണ്. വനഫഉഹും ബിമാ യുംകിനുഹു മിനൽ മാലി വൽ ജാഹി വൻ നഫ്ഇ ബിൽ ബദൻ വഅൻവാഇൽ ഇഹ്സാൻ. അവന് സാധിക്കും വിധം, ഒരാൾക്ക് സാധിക്കും വിധം സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ സ്വാധീനം കൊണ്ടോ മറ്റു തരത്തിലുള്ള ഉപകാരം കൊണ്ടോ ശാരീരികമായിട്ടുള്ള സഹായം കൊണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുമുള്ള സൃഷ്ടികളെ സഹായിക്കുക എന്നുള്ളത് ഖൽബിൽ വിശാലതയേകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആ ഒരു മുഅ്മിനിന്റെ ഞെരുക്കം ഈ ദുനിയാവിൽ വെച്ച് ഒരാൾ നീക്കം ചെയ്തു കൊടുത്താൽ നാളെ പരലോകത്ത് അവൻ അനുഭവിക്കുന്ന ഞെരുക്കം അള്ളാഹു ഒഴിവാക്കി കൊടുക്കുന്ന. അപ്പൊ നമ്മൾ ഇന്ന് അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ തീർച്ചയായും അതിന്റെ ഫലം ദുനിയാവിൽ നമുക്ക് ലഭിക്കും. അള്ളാഹു ഷക്കൂറാണ്. ഒരു നന്മ ചെയ്താൽ അതിന്റെ അനന്തരഫലം നമുക്ക് അനുഭവിക്കാത്തൊരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് വിശാലത ലഭിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് അതിൽപ്പെട്ട ഒരു കാര്യമാണ്. വമിൻഹ, അതിൽപ്പെട്ടതാണ്, അഥവാ ഹൃദയ വിശാലത ലഭിക്കുന്നതിൽപ്പെട്ടതാണ് അശ്ശജാഅതു, ധീരത എന്നുള്ളത്. ഒരാൾ ധീരനാവുക എന്നുള്ളത്. ഫഇന്ന ശുജാഅ മുൻശരിഹു സദ്ർ, ധീരനായിട്ടുള്ള ഒരു വ്യക്തി ഹൃദയ വിശാലതയുള്ളവനായിരിക്കും. പ്രത്യേകിച്ചും ധീരത എന്നുള്ളത് ദീനിന്റെ പല രീതിയിലും പറയുന്നത് ഇപ്പൊ ജിഹാദിനും മറ്റും പുറപ്പെടുന്ന സമയത്ത് അതിന് തയ്യാറാകുന്ന, അതുപോലെയുള്ള ഒരു ഭീരുവായിക്കൊണ്ടിരിക്കാതെ അതിനെല്ലാം എന്തിനേയും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളല്ലാതെ, എപ്പോഴും എന്തു വന്നാലും ഒരു ഭയത്തോടുകൂടി ജീവിക്കുന്ന ആളല്ലാതെ ധീരതയോടുകൂടി, ധൈര്യത്തോടുകൂടി കാര്യങ്ങളെ നേരിടുന്ന ആളുകൾ, ആ ധീരതയുള്ള ആളുകൾ, അവരുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാവും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, വഅമ്മ സുറൂറുർ റൂഹി വലദ്ദതുഹാ, ഈ അതിലൂടെ റൂഹിന് സന്തോഷവും അതുപോലെ ആസ്വാദനം ലഭിക്കും. ആ ഒരു കാര്യമുണ്ടല്ലോ, ഒരാളുടെ റൂഹിന് അനുഭവിക്കുന്ന സന്തോഷവും അതിന്റെ ആസ്വാദനവുമെല്ലാം മുഹറമുൻ അലാ കുല്ലി ജബാനിൻ, എല്ലാ ഭീരുവിന്റെ മേലെയും അത് ഹറാമായിരിക്കും. ഭീരുവായിട്ടുള്ള ഒരാൾക്ക്, അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും ഇപ്പം ജിഹാദൊന്നും ഇല്ലെങ്കിൽ ഇന്നൊരു ദഅവത്ത് നടത്താൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു ഭീരത്വത്തോടു കൂടി പിന്നിലോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഭീരുവായിട്ടുള്ള ഒരാൾക്ക് റൂഹിന്റെ സന്തോഷം ലഭിക്കുകയില്ല. കമാ ഹുവ മുഹറമുൻ അലാ കുല്ലി ബഖീലിൻ, ഏതുപോലെ ഒരു പിശുക്കന് എങ്ങനെയാണോ അത് ഹറാമായിട്ടുള്ളത് അതുപോലെ ഈ ഭീരത്വവും പിശുക്കും തമ്മിലൊരു ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരുമിച്ച് രക്ഷ തേടിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീരുത്വം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ദുർബലതയും പിശുക്ക് എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ ദുർബലതയാണ്. അതായത് പിശുക്ക് പറഞ്ഞാൽ സമ്പത്ത് പിടിച്ചു വെക്കുക, ഭീരുത്വം എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ പിടിച്ചു വെക്കുക. എന്നാൽ ഈ രണ്ട് കാര്യം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കാണ് അള്ളാഹു എന്ത് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? സ്വർഗം പകരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ ഭീരുത്വവും പിശുക്കുമുള്ള ആളുകൾക്ക് ഈ ഖൽബിന്റെ ലദ്ദത്ത് അനുഭവിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറയാണ്, വഅലാ കുല്ലി മുഅ്രിദിൻ അനില്ലാഹ്, ആരുടെയൊക്കെ മേലെയാണ് ഈ ഒരു ലദ്ദത്ത് ഉണ്ടാവാതിരിക്കുക എന്ന് പറഞ്ഞപ്പോ ഭീരു പറഞ്ഞു, പിശുക്കൽ എന്ന് പറഞ്ഞു. അതുപോലെ പറയാണ് അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ഒരാൾക്കും, അള്ളാഹുവിനെ ലക്ഷ്യം വെക്കാതെ അള്ളാഹുലേക്ക് എത്തിച്ചേരണമെന്നൊരു ഉദ്ദേശമില്ലാതെ അള്ളാഹുവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒരാൾക്കും അത് അനുഭവിക്കാൻ സാധിക്കില്ല. ഗാഫിലിൻ അൻ ദിക്രിഹി, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് അശ്രദ്ധമായിട്ടുള്ള ഒരാൾക്കും അത് ലഭിക്കുകയില്ല. ജാഹിലിൻ ബിഹി വബിദീനിഹി, അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്ത, അവന്റെ ദീനിനെ കുറിച്ച് അറിവില്ലാത്ത ഒരാൾക്കും ഈ ലദ്ദത്തോ റൂഹിന്റെ സമാധാനമോ ഒന്നും ലഭിക്കില്ല. മുതഅല്ലിഖിൽ ഖൽബി ബിഗൈരിഹി, അള്ളാഹു അല്ലാതെ മറ്റെന്തെങ്കിലുമായി ഖൽബ് തഅല്ലുഖായ ബന്ധപ്പെട്ട ഒരാൾക്കും ഈ ആസ്വാദനം ലഭിക്കില്ല. അതായത് അള്ളാഹു അല്ലാതെ ഒരാളുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വ്യക്തികളായിരിക്കും,
ഹറാമായ രീതിയിലുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു കൽബ് ബന്ധപ്പെടലുണ്ടാവും. ഇപ്പൊ പ്രണയം പോലെ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഹലാലായത് തന്നെ ഒരു പരിധി വിട്ടിട്ടുള്ളത് ആ നിലക്കാകുന്നത്, അല്ലെങ്കിൽ വസ്തുക്കളോട് സമ്പത്ത്, അല്ലെങ്കിൽ പ്രതാപം, അല്ലെങ്കിൽ ഒരു പ്രസിദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റെന്തെങ്കിലും കൽബ് തഅല്ലുഖായി പോയാൽ പിന്നെ അവന്റെ റൂഹിൽ എന്ത് കിട്ടില്ല? ഈ ഒരു സമാധാനമോ ആശ്വാസമോ സന്തോഷമോ ഒന്നും കണ്ടെത്താൻ അവന് സാധിക്കുകയില്ല. എന്നിട്ട് പറയാണ് വലാ ഇബ്റത ബിൻശിറാഹി സദ്രി ഹാദാ ലിആരിദിൻ. ഈ ഹൃദയ വിശാലത എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്തിരിഞ്ഞ ആൾക്ക് അവൻ ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല. വലാ ബിളീഖ് സദ്രി ഹാദാ ലിആരിദിൻ. ഈ തിരിഞ്ഞു കളയുന്ന ഒരാൾക്ക് അവന്റെ ഹൃദയത്തിന്റെ ഞെരുക്കവും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. കാരണം അവൻ എപ്പോഴും ഒരവസ്ഥയിലായിരിക്കും. അവനത് വിശാലമാകുന്നുണ്ടോ അല്ലെങ്കിൽ ഞെരുക്കുന്നുണ്ടോ അവനൊന്നും ഉണ്ടാവില്ല, അവൻ എപ്പോഴും ഒരേപോലെ ആയിരിക്കും. എന്നിട്ട് പറയാണ് ഫൈനൽ അഫൻ. അങ്ങനല്ല ഉദ്ദേശിച്ചത്, ചില സമയത്ത് ഈ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് ഒരു വിശാലത അനുഭവിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് ചില ആളുകൾക്ക് ഞെരുക്കായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് പറയാണ് ഫൈനൽ അവാരിദ തസൂലു ബിസവാലി അസ്ബാബിഹാ. ഈ ചില സമയത്ത് വിശാലതയും ചില സമയത്ത് ഞെരുക്കുണ്ടാവും പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും. ആ കാരണം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വിശാലത ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞത് നേരത്തെ കൽബ് മുതഅല്ലിഖായിട്ടുള്ള ആളുകൾക്ക് ഇത് അനുഭവിക്കൂല പറഞ്ഞു. അപ്പോൾ ചില ആളുകളുണ്ട്, അവർക്ക് സമ്പത്തുമായിട്ട് കൽബ് തഅല്ലുഖായിട്ട് ഒരു വ്യക്തി വിചാരിക്കുക, അവന് സമ്പത്ത് കിട്ടിയാലും എന്തുണ്ടാവും? ഒരു സന്തോഷവും ഇതൊക്കെ ഉണ്ടാവും. അത് നഷ്ടപ്പെട്ട എന്തുണ്ടാവും? അത് ഞെരുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ വസ്തുക്കളുടെ ആധിക്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി ആ വ്യക്തി ഒപ്പുണ്ടെങ്കിൽ അവന് സന്തോഷമായിരിക്കും, ആ വ്യക്തി ഇല്ല എങ്കിൽ അവന് ദുഃഖമായിരിക്കും. അത് വസ്തു, അവന് പ്രിയപ്പെട്ട ഒരു വസ്തു, ആ വസ്തു ഉണ്ടെങ്കിൽ അതിന് അവന് സന്തോഷമായിരിക്കും, അതില്ലെങ്കിൽ ദുഃഖമായിരിക്കും. അങ്ങനെ ചില ആളുകൾ ഉണ്ടാവും. എന്നിട്ട് പറയാണ് വഇന്നമൽ മുഅവ്വലു അലാ സിഫത്തി അല്ലതി ഖാമത് ബിൽ ഖൽബി തൂജിബു ഇൻശിറാഹു വഹബ്സഹു ഫഹിയൽ മീസാൻ. എന്തിനെ കൊണ്ടാണ് അവന്റെ കൽബ് വിശാലമാകുന്നത്, എന്തിനെ കൊണ്ടാണ് ഞെരുക്കമാകുന്നത് എന്നുള്ളതാണ് ആ കൽബിന്റെ ക്വാളിറ്റിയെ മനസ്സിലാക്കാനുള്ള അവസ്ഥ. അതായത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോഴും അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴാണ് ഒരാൾക്ക് വിശാലത ലഭിക്കുന്നതെങ്കിൽ, അതുപോലെ അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോഴും അള്ളാഹുവിന്റെ ദിക്ർ നഷ്ടപ്പെടുമ്പോഴാണ് ഞെരുക്കം അനുഭവിക്കുന്നതെങ്കിൽ ആ കൽബ് നല്ലൊരു കൽബാണ്. കാരണം അള്ളാഹുവിലേക്കുള്ള അടുപ്പം കൊണ്ടാണ് സന്തോഷിക്കുന്നത്. അതല്ല, അതൊന്നുമില്ല. എന്തെങ്കിലും വസ്തുക്കൾ കിട്ടുമ്പോൾ സന്തോഷിക്കുക, അതില്ലെങ്കിൽ വിഷമിക്കുക, അതില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനെ ധാരാളം ആളുകളെ കാണാം. എന്തെങ്കിലും കച്ചവടത്തിൽ ലാഭം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, എന്തെങ്കിലും ചെറിയ സംഖ്യ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെ ബേജാറായിട്ടിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൽബിന് ഇതുപോലെ ഈ ഒരു ഗുണമില്ലാത്ത ആളുകളായിരിക്കും. അപ്പൊ നമ്മുടെ കൽബ് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രം സന്തോഷിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് ഏറ്റവും വിശാലമാകുന്നതായിട്ട് മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ഈ കാരണങ്ങളെ നേടിയെടുക്കുകയും വേണം. ഇതിനെ ബന്ധിപ്പിച്ച് തന്നെ ഇബ്നു ഖയ്യിം പറയാറുവോ മിൻഹ, ഈ കൽബിന്റെ വിശാലതയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബൽ മിൻ അഅ്ദമിഹ. ഇപ്പൊ ഈ പറഞ്ഞല്ലോ കൽബ് വിശാലമാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിൽ ആ വിഷയത്തിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇഖ്റാജ് ദഖലിൽ ഖൽബി മിന സിഫാത്തിൽ മദ്മൂമ. കൽബിനെ മോശപ്പെട്ട ചില വിശേഷണങ്ങളിൽ കൊണ്ട് ഒഴിവാക്കിയെടുക്കുക എന്നുള്ളത്. അതായത് നിന്ദ്യമായിട്ടുള്ള ചില വിശേഷണങ്ങളിൽ നിന്ന് കൽബിനെ ഒഴിവാക്കിയെടുക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത് പറയാണ് വമിൻഹ, അതിൽപ്പെട്ടതാണ് തർക്കു ഫുദൂലിൻ നബർ, നോട്ടത്തിൽ അധികമായിട്ട് ഫുദൂലുകൾ ഒഴിവാക്കുക. ഫുദൂല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹലാലായ ഒരു കാര്യം ആവശ്യമായതിനപ്പുറത്തേക്ക് ചെയ്യുന്നതിനാണ് ഫുദൂല് എന്ന് പറയാം. ഇപ്പൊ ഒരാള് ഫുദൂൽ കലാം സംസാരിക്കുക, സംസാരിക്കുക എന്നുള്ളത് എന്താണ്? അസ്ലിയായിട്ട് ഹലാലാണ്, അത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ ഉറക്കം അസ്ലിയായിട്ട് അനുവദനീയമാണ്, ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ ഭക്ഷണം അസ്ലിയായിട്ട് ഹലാലാണ്, പക്ഷെ പരിധി വിട്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയുള്ള അവസ്ഥ അതിനാണ് ഫുദൂല് പറയാം. ഈ ഫുദൂലുകൾ നമ്മുടെ കൽബിനെ നശിപ്പിച്ചു കളയും. ഈമാനുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് കൽബിന്റെ ഈ വിശാലത ലഭിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് പറഞ്ഞത് ഫുദൂലുൻ നബർ, നോട്ടം എന്ത് ചെയ്യുക, അമിതമായ നോട്ടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൽബിലേക്കുള്ള ഏറ്റവും വലിയ കവാടം എന്ന് പറയുന്നത് നോട്ടാണ്. കൽബിലേക്കുള്ള കവാടങ്ങളാണ് നോട്ടം, കേൾവി, സംസാരം ഉള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടം നോട്ടാണ്.
എന്താണോ നമ്മൾ കാണുന്നത് അത് നമ്മുടെ ഖൽബിൽ അതിന്റെ ഫലം അവിടെ ഉണ്ടാകും. നമ്മൾ കാണുന്ന നോക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിന്റെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മുടെ ഖൽബിനെ ബാധിക്കും. അതിൽ ഹറാമായതാണോ, ഇപ്പൊ ഹറാമായ നിലക്ക് അന്യ സ്ത്രീകളാണ് നോക്കുന്നത്, അന്യ സ്ത്രീകളുടെ ഔറത്തിലേക്കാണോ നോക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഭൗതികമായിട്ടുള്ള ആർഭാടങ്ങളിലേക്കാണോ നോക്കുന്നത്, അത് കൂടും തോറും നമ്മുടെ ഖൽബിന് അതിൽ രസിച്ച് കസ്വത്ത് ബാധിക്കും. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമൂഹത്തിൽ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അപകടമാണത്. സൽഫുകളിൽ ഒരു അസർ കാണാം. ഒരിക്കൽ സ്വാലിഹായ ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് മറ്റൊരു വ്യക്തി സന്ദർശിക്കാൻ പോയി. അപ്പോൾ സന്ദർശിക്കാൻ പോയ സന്ദർഭത്തിൽ പിന്നെ ഈ വന്ന വ്യക്തി ഇങ്ങനെ മേലേക്ക് നോക്കിയപ്പോൾ അതിന്റെ സഖഫ്, ഇദ്ദേഹം താമസിക്കുന്നതിന് വീടിന്റെ അന്ന് കെട്ടിടതൊന്നും ആവില്ലല്ലോ, അല്ലാതെ കെട്ടിയുള്ള സഖഫ് മേൽപ്പുര ഒന്നിങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ വന്ന വ്യക്തി സ്വാലിഹായുള്ള വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളെ വീടിന്റെ മേൽപ്പുരയുടെ അവിടെ പിന്നെ ഇങ്ങനെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോ ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ഇത്ര കാലമായിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടില്ല, അതായത് ഞാൻ അങ്ങനെ ദൃഷ്ടി അങ്ങോട്ട് ഉയർത്തിയിട്ട് നോക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അത്രയും കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇത് പോട്ടെ ഹറാമായ കാര്യങ്ങൾ ഇത്ര കാലമായി ഞാൻ നോക്കിയിട്ട് എന്ന് പറയാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. വലിയ അപകടം ഉണ്ടാക്കും. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫുദൂലുകളാണ്. നമ്മളിപ്പോ ഇനിയിപ്പോ പോട്ടെ, ഹറാമായ ഒരു സ്ത്രീയുടെ ഔറത്തിലേക്കോ അവരൊന്നും നോക്കിയില്ല എന്ന് വിചാരിക്കാം, അതവിടെ നിൽക്കട്ടെ, വേറൊരു കാര്യം അത് ചർച്ച ചെയ്യുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഖൽബ് എന്തായാലും ഫസാദാകും, നമുക്കൊരു സംശയമില്ല. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ ഖൽബിന് അപകടം ബാധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ദുനിയാവിലെ ആർഭാടങ്ങളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ പുരുഷന്മാര് നല്ല വില കൂടിയ വാഹനങ്ങൾ, നല്ല വലിയ വീട്, അല്ലെങ്കിൽ ആർഭാടങ്ങൾ, ഇതിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഖൽബ് കാഠിന്യം ബാധിക്കും. നമുക്ക് അതിനോടുള്ള ആഗ്രഹം തോന്നും, ദുനിയാവിനോടുള്ള ആഗ്രഹം വർദ്ധിക്കും. അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹം തോന്നുന്ന പിന്നെ ആഭരണങ്ങൾ, അല്ലെങ്കിൽ വില കൂടിയ വസ്ത്രങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ നോക്കും തോറും നമുക്ക് ദുനിയാവിനോടുള്ള ഇഷ്ടം കൂടും, ദുനിയാവ് നിലനിൽക്കുന്നതാണ് എന്നുള്ള ആഗ്രഹം കൂടും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ഹദീസിൽ പറഞ്ഞു കാണാം, നിങ്ങൾ ഒരുപാട് സ്ഥലം ഇങ്ങനെ വാങ്ങി വെക്കരുത്, അതായത് ഒരു ഉപകാരമില്ലാതെ സ്ഥലങ്ങൾ ഇങ്ങനെ വാങ്ങി വെക്കരുത്, കുറേ വാങ്ങി വെക്കരുത്, നിങ്ങൾക്ക് ദുനിയാവ് സ്ഥിരമായി ഉണ്ടാകും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നു. പണ്ഡിതന്മാർ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞാണ്, ദൃഷ്ടി താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ഈ അലങ്കാരങ്ങളിലേക്കും നോക്കരുത് എന്നുള്ളത്. അതുപോലെ ഇന്നിപ്പോ നമ്മളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ് ഈ മൊബൈലും യൂട്യൂബും, അതുപോലെ പിന്നെ അതല്ലാതെ ഇൻസ്റ്റാഗ്രാമും. അതുപോലെ ഇത് നമ്മൾ കാണുന്ന എന്താണോ നമ്മുടെ ഖൽബിനെ സ്വാധീനിച്ചിരിക്കും. ഇപ്പൊ വീട്ടിലെ സ്ത്രീകളൊക്കെ പിശാചിന്റെ കെണിയാണത്. വീട്ടിലെ സ്ത്രീകൾ അവരുടെ ജോലി കഴിഞ്ഞാൽ അവർക്ക് ഒഴിവ് സമയത്ത് ഒരുപാട് സ്ത്രീകൾ അൽഹംദുലില്ലാഹ് ഓൺലൈനായിട്ട് ഹിഫ്ളും ഖുർആനും ഒക്കെ പഠിക്കുന്ന സ്ത്രീകളുണ്ട്, അങ്ങനെയല്ല പറയുന്നത്. ചിലർ അതിന്റെ ഇടയിലൊക്കെ പിന്നെ വ്ലോഗുകളും അതുപോലെ തന്നെ യൂട്യൂബ് ഒക്കെ. സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യം നമുക്ക് ഉണ്ടാവില്ല. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം നമുക്ക് ഉണ്ടാവില്ല. അതേസമയം നമുക്ക് ചെയ്യാൻ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ വിട്ട് ഇതാണ് പ്രാധാന്യം എന്നൊരു തോന്നൽ. പുരുഷന്മാരാണെങ്കിൽ ചില ആളുകൾ പിന്നെ അവർക്കൊക്കെ സംഭവിച്ചു പോകുന്ന ഒരു അബദ്ധം നമ്മൾക്കൊക്കെ സംഭവിക്കുന്നതാണ്. ഇപ്പൊ ചില ആളുകൾ വാർത്ത ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഈ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരുപക്ഷെ സിനിമയേക്കാൾ അപകടം നിറഞ്ഞൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. സിനിമയും സംഗീതവും പോലെ തന്നെ അപകടമായിട്ടുള്ള, കാരണം നമ്മുടെ ഖൽബിനെ അത് ഞെരുക്കി കളയും. അതിൽ കാണുന്നത് അറിയുന്നത് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും അറിയുന്നതല്ലേ ഞാൻ പറയുന്നത്, അതിലിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നോട്ടം എന്നുള്ള കാര്യം വളരെ ഖൽബിന് സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഖൽബിന് വിശാലത അനുഭവിക്കണോ, ഞാൻ മുമ്പ് പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് യുവാക്കളോടൊക്കെ. ഇന്ന് ഭൗതികവാദികൾ തന്നെ പറയുന്നുണ്ട്, ഇപ്പോ പിന്നെ സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആളുകൾ തന്നെ, അതായത് ഒരാഴ്ച സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക, ഒരാഴ്ച മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ എന്തൊക്കെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരെന്നെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ അവരെന്താ ഭൗതികമായിട്ടുള്ള ദോഷങ്ങൾ ഒഴിവാക്കാനാണ്, കണ്ണിന് ബാധിക്കുന്നത്, തലച്ചോറിന് ബാധിക്കുന്നത്, നമുക്ക് ഒഴിവാക്കാനാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഈമാൻ നഷ്ടപ്പെടുന്നെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധ കൊടുക്കണം? ഇതൊന്ന് പരിശോധിക്കാൻ ഇപ്പോൾ ഇത് കേൾക്കുന്ന പുരുഷന്മാരോ സ്ത്രീകളോ ആരോ ആവട്ടെ, നിങ്ങൾ ഒരാഴ്ച ഒരു സമയം എടുത്തിട്ട്, ഞാൻ സ്ഥിരമായിട്ട് ഓരോരുത്തരും ഓരോ അവസ്ഥ എടുക്കും, പൊതുവായിട്ടല്ല. അപ്പോൾ ചില ആളുകൾ യൂട്യൂബ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് എന്താവട്ടെ, ഒരാഴ്ച ഞാൻ അവർക്ക് ഉപയോഗിക്കില്ല, അതൊന്ന് മാറ്റി വെച്ചിട്ട് ആ സമയം ഖുർആൻ പാരായണത്തിലോ പഠനത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല നല്ല ദീനിയായിട്ടുള്ള പുസ്തക വായനയിലോ അതിലൊക്കെ ഒന്ന് മാറ്റി വെക്കുമെന്നുള്ള നിലക്ക് ഒരാഴ്ച ഒന്ന് പരിശ്രമിച്ചു വെക്കി, ഖൽബിന് അനുഭവിക്കുന്ന സമാധാനം നമുക്ക് മനസ്സിലാവും. അതായത് ഒരു കാര്യം കിട്ടിയാലേ നമുക്ക് അറിയുള്ളൂ ഇത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഒരാഴ്ച അല്ലെങ്കിൽ 3 ദിവസം ഒന്ന് പരിശ്രമിച്ചു നോക്കി, നല്ല മാറ്റം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നോട്ടത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. അതോടൊപ്പം പറയാണ് അന്നൗരി വൽ കലാം, സംസാരം, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ.
അപ്പൊ നമ്മൾ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ ആദ്യം ഈ നോട്ടും നാവും സംസാരം പറയാനുള്ള കാരണം എന്താ അറിയോ? പണ്ഡിതന്മാര് പറയാറുണ്ട്, ഷഹ്വത്തുകളില് മടുപ്പ് വരാത്ത 2 കാര്യം നോട്ടം സംസാരമാണ്. ഇപ്പൊ ഭക്ഷണം ഒരാൾക്ക് കഴിക്കുന്നതിന് പരിധി ഉണ്ടാവും. ഇപ്പൊ ഗുഹ്യസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിനൊരു പരിധി ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ എന്ത് ഷഹ്വത്തിനൊരു പരിധി ഉണ്ടാവും. പക്ഷെ നോക്കിക്കൊണ്ട് ക്ഷീണിക്കുക, സംസാരിച്ചുകൊണ്ട് ക്ഷീണിക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവൂല. ഒരിക്കലും അതിനെന്തുണ്ടാവൂല, ഒരു ക്ഷീണം അനുഭവിക്കേണ്ടി വരില്ല. അതിന് മതിയാവൂല എന്ന് പറയാം. അതിന് മതിയാവൂല. അപ്പൊ അതിലൊന്ന് നോട്ടം, 2 സംസാരമാണ്. സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ ഏറ്റവും നല്ല ദീനിയായ കാര്യങ്ങളാണ്. അത് സംസാരിക്കുക, പരലോകത്തെ ഓർമ്മപ്പെടുത്തുക കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭൗതികമായി ഉപകാരം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഭൗതികമായിട്ട് ഏതെങ്കിലും കച്ചവടമാവട്ടെ എന്തെങ്കിലും ആവട്ടെ അവർക്ക് ഹലാലായ രീതിയിൽ സംസാരിക്കാം, ഒന്നും കുഴപ്പമില്ല. ഒരു ഗുണമില്ലാത്ത കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അവസ്ഥ ഉണ്ട് കഴിഞ്ഞാൽ സംസാരിക്കുന്ന വിഷയങ്ങൾ പ്രധാനമായിട്ട് ആളുകൾ സംസാരിക്കേണ്ടവർ ഇന്നിപ്പോ എവിടെയാണെങ്കിലും അവർക്ക് രാഷ്ട്രീയം, അല്ലെങ്കിൽ സിനിമ, അല്ലെങ്കിൽ കളികൾ, ഇതാണ് ആളുകളുടെ സംസാര വിഷയം. ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമില്ലാത്ത കാര്യമാണ്, അവനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അപ്പൊ എന്താണ് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. സംസാരവുമായി ബന്ധപ്പെട്ടതും നാവുമായി ബന്ധപ്പെട്ടതും പല ദർശകളെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ ഗീബത്ത്, നമീമത്ത്, കളവ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അനാവശ്യമായ സംസാരങ്ങൾ നമ്മുടെ കൽബിനെ കേടുവരുത്തും, അത് കൽബിന് പ്രശ്നമുണ്ടാക്കും. അടുത്തത് വലിസ്തിമാ, നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ കൽബിന് പ്രശ്നമുണ്ടാക്കും. അത് ഫുദൂലായിട്ട്, അനാവശ്യമായിട്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതം തന്നെയാണ്. നഊദു ബില്ലാഹ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടം കൽബിനുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സംഗീതം എന്നുള്ളത്. കൽബിന്റെ വ്യഭിചാരമാണത്. അത് നമുക്ക് ഇന്ന് നമ്മുടെ ലോകത്ത് ഇതൊന്നും ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ, അല്ലെങ്കിൽ നമുക്ക് നോക്കൽ ഹറാമായിട്ടുള്ള ഒരു കാര്യം കാണാതെ നമ്മൾ പോകുന്നില്ല. കാണുന്നത് അള്ളാഹു പുറത്തേക്ക് വിചാരിക്കുക, നോട്ടമാണ് പ്രശ്നം. അതുപോലെ തന്നെ സംഗീതം പോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാതെ നമ്മൾ പോകുന്നില്ല. കേൾക്കുന്നതല്ല അവിടെ പ്രശ്നം, ഇസ്തിമാ ആണ് പ്രശ്നം. അതിനെ ശ്രദ്ധിച്ച് അത് കേൾക്കുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കൽബിനെ സ്വാധീനിക്കും. ഈ കേൾക്കുന്നതിൽ സംഗീതം മാത്രമല്ല, വിഷയങ്ങൾ, എന്ത് വിഷയമാണ് നാം കേൾക്കുന്നതെന്ന് കൽബിനെ ബാധിക്കും. ഇപ്പൊ ഈമാനുള്ള, തൗഹീദുള്ള ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത്, അവർ കേൾക്കാൻ അള്ളാഹുവിന്റെ കലാമുണ്ട് അവിടെ. അതുപോലെ ദീനിയായിട്ടുള്ള സംസാരങ്ങളുണ്ട് അവിടെ. ഇന്നിപ്പോ യൂട്യൂബിലൊക്കെ കയറിയിട്ട് ചില സ്ത്രീകൾ, സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് പറയും. നല്ല ദീനിയായി ജീവിച്ചിരുന്ന സ്ത്രീകളൊക്കെ ഓൺലൈനിൽ ഇങ്ങനെ കേട്ടിട്ട് പല നിരീശ്വരവാദികളുടെയും അതുപോലെയുള്ള പിഴച്ച വാദങ്ങൾ പറയുന്ന ആളുകളുടെ ഒക്കെ കേട്ടിട്ട് ദീനും തെറ്റിപ്പോവാണ്. ഇപ്പൊ 2 ദിവസം മുമ്പേ ഒരു വ്യക്തി, അതായത് ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പറയാണ്. ഭാര്യ നല്ല ദീനുള്ള ഒരു സ്ത്രീയായിരുന്നു, പക്ഷെ ഇതുപോലെ എന്തൊക്കെയോ കേട്ടിട്ട് ദീന് പോവാണ്, ഇസ്ലാം എന്നാണ് പോവാണ്. അപ്പൊ നമ്മൾ വിചാരിക്കാം അതൊന്ന് കേട്ടു നോക്കുക, ഇതൊന്ന് നോക്കി നോക്കുക. എന്തിന്റെ ആവശ്യമാണ്? ഒരാവശ്യം ഉണ്ടാവില്ല. ഇനി ദീനിൽ സംശയമുണ്ടോ? നിങ്ങൾക്ക് മരിക്കില്ലാതെ സംശയമുണ്ടോ? ഉയർത്തെഴുന്നേൽപ്പിൽ സംശയമുണ്ടോ? അള്ളാഹിൽ സംശയമുണ്ടോ? ഒരു സംശയം ഉണ്ടാവില്ല, ഉറച്ച വിശ്വാസമായിരിക്കും. പക്ഷെ ഇതെല്ലാം പോയി ചെവി എടുത്തിട്ട് അത്രയും വലിയ ഫിത്ന ആ ലോകത്ത് നടക്കുന്നുണ്ട്, കേൾക്കാനായി നടക്കുന്ന ആളുകളുണ്ട്. ഇതെന്ത് കേൾക്കുന്നുവോ അത് നമ്മുടെ കൽബിനെ സ്വാധീനിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൽ ഖുൽതത്തി, ഖുൽതത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുമായി കൂടിക്കലരുക എന്നുള്ളത്. അതായത് അന്യ സ്ത്രീ പുരുഷൻ കൂടിക്കലരല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തന്നെ ആളുകളുമായി കൂടിക്കലരുക എന്നുള്ളത്. ഇപ്പൊ ആളുകളുമായി കൂടിക്കലർന്ന് ജീവിക്കുന്നത് ഹൈറാണ്. അത് ദീനിനെ കൂടുതൽ പ്രോത്സാഹനമേകുന്ന ദീനീ കാര്യങ്ങൾക്ക്, അതുപോലുള്ള കാര്യങ്ങൾക്ക്, ജമാഅത്തുകൾക്ക്, അതല്ലെങ്കിൽ ദീനിയായ ദഅവത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതുപോലെ നന്മയുണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആളുകൾക്ക് ഭൗതികമായിട്ടുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടി, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾക്ക് കൂടിക്കലരുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള, പ്രോത്സാഹിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ നമ്മുടെ സമയം തെറ്റിച്ച് കളയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി കൂടുക, ഒരുമിച്ചിരിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൽബിന് ദോഷം ചെയ്യും. നമ്മുടെ കൽബിനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റ് തെറ്റിക്കും, കൽബിന്റെ വിശാലത ഇല്ലാതാക്കും, നമ്മുടെ കൽബിൽ ഞെരുക്കം അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. പലപ്പോഴും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈമാനിന്റെ ഒരു ആസ്വാദനം ഇപ്പൊ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഈമാൻ കൊണ്ട് ലഭിക്കുന്ന, ഇബാദത്ത് കൊണ്ട് ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്നില്ല. നിസ്കരിക്കുന്നുണ്ട്, എന്തോ ചെയ്യുന്നുണ്ട്, നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന സമാധാനം കണ്ടെത്താൻ പറ്റുന്നില്ല. നമ്മളൊക്കെ കാരണം എന്താ വെച്ചാൽ അതിന് ഒരു കൂട്ടം കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ് അതിനെതിരായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ 5 മിനിറ്റുള്ള നിസ്കാരത്തിൽ
ലഭിക്കേണ്ട ആസ്വാദനത്തിനേക്കാൾ ഇപ്പുറത്ത് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മള് നിസ്കാരത്തിനുള്ള സമയം നമ്മളൊന്ന് നോക്കുക. ഒരു ദിവസത്തിൽ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ സമയം എത്ര എടുത്തു? ഒരു മണിക്കൂർ കൂട്ടിക്കോളി. നമ്മുടെ സ്ക്രീൻ ടൈം 4-5 മണിക്കൂറാണ് കാണിക്കുന്നത് ആഴ്ചയിലെ ആവറേജ് നോക്കുമ്പോൾ സ്ക്രീൻ ടൈം ഒരു 24 മണിക്കൂറിൽ 5 മണിക്കൂർ നമ്മൾ ഓരോ ദിവസവും ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതില് ഖുർആനോദ അതിൽ ദീനിയാക്കി അതല്ല പറഞ്ഞത്, അതല്ലാതെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നതാണ് പറയുന്നത്. അപ്പോ ഈ ഒരു കൂടിക്കലരൽ നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ ഉപകാരമാണ്, അല്ലെങ്കിൽ ഖൈറിൽ നിന്ന് തെറ്റിക്കുന്ന മറ്റുള്ളതാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. അടുത്ത് പറഞ്ഞു വൽ അഖ്ലി, ഭക്ഷണം എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേയറ്റത്തെ യഖീനുള്ള ആളുകൾക്ക് മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അമിതമായിട്ടുള്ള ഭക്ഷണം തീർച്ച നമ്മുടെ ഈമാനില്ലാതായി കളയും. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. യുവാക്കളും ഉദ്ദേശിച്ചത് 20-25 കേട്ടോ, ഒരു 40-45 വയസ്സ് വരെയുള്ള ആളുകളൊക്കെ, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ. കാരണം അത് ബേസിക്കലി ഹലാലാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മനുഷ്യന് ഇഷ്ടം ഉണ്ടാവും. അപ്പൊ അതിൽ മുഴുകാൻ നിൽക്കും. പക്ഷെ അത് കൂടുന്തോറും നമ്മുടെ കൽബിന് കസ്വത്ത് ബാധിക്കും. എത്രയാണോ ഭക്ഷണം കുറയുന്നത് അതിനനുസരിച്ച് കൽബിന് വിശാലതയും അനുഭവിക്കാൻ സാധിക്കും. വന്നവും, അതുപോലെ ഉറക്കം ഒരു മനുഷ്യന് ആവശ്യമാണ്. ഈ പറഞ്ഞതൊക്കെ എന്താണ്? മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ പരിധി വിടുന്നത്, ഒരു മനുഷ്യന് ആവശ്യമുള്ള ഉറക്കം അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ അത് പരിധി ലംഘിച്ച് ഉറക്കം എത്ര കൂടുന്നുവോ അതിനനുസരിച്ച് അവൻ എന്തുണ്ടാവും? കൽബിനെ കസ്വത്ത് ബാധിക്കും. ഇപ്പൊ ചില ആളുകൾക്ക് ധാരണ ഉണ്ട്, പിന്നെ ഉറങ്ങുകയാണെങ്കിൽ ഇപ്പൊ പാപവും ചെയ്യണ്ട നല്ലവും ചെയ്യണ്ട, കുറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കൽബിനെ കസ്വത്ത് ബാധിച്ച് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇപ്പൊ ഈ ഭക്ഷണം ഉറക്കം എന്നൊക്കെ പറഞ്ഞ ഓരോ ആളുകൾക്കും വ്യക്തിപരമായി അവരുടെ ജോലിയും സാഹചര്യം അനുസരിച്ച് വ്യത്യാസപ്പെടും. നല്ല കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഭക്ഷണം അതിനനുസരിച്ച് ആവശ്യം വരും, ഉറക്കം അതിനനുസരിച്ച് ആവശ്യം വരും. എന്നാൽ വലിയ കഷ്ടപ്പാടില്ലാത്ത ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള ഉറക്കം മതിയാവും. ശരീരത്തിന് ഉറക്കം ആവശ്യമാണ്, പക്ഷെ അത് എത്ര കൂടുന്നുവോ അതിനനുസരിച്ച് അവന് എന്തു ചെയ്യും? അവന്റെ ഈമാനിൽ അഥവാ കൽബ് കസ്വത്ത് ബാധിക്കും, കൽബിന്റെ വിശാലത നഷ്ടപ്പെടും. അതിലൂടെ അവന്റെ ഈമാനിൽ പിന്നെ ബുദ്ധിമുട്ട്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. കുറച്ച് ദിവസം ഭക്ഷണം കുറച്ച് ഉറക്കം കുറച്ച് നോക്കി അതിന്റെ ഈമാൻ. ഇപ്പൊ റമദാനിൽ നമുക്ക് എന്തത്ര ഈമാനുമായിട്ടൊരു സന്തോഷം ലഭിക്കുന്നത്? റമദാനിൽ എന്താ ലഭിക്കുന്നത്? റമദാന്റെ പകലിലൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഭക്ഷണം കുറക്കാനും ഉറക്കം കുറക്കാനാണ്. രാത്രി നിസ്കരിക്കുന്നു, പകലിൽ നോമ്പ് വെൽക്കുന്നു. അതിനെതിരാണ് നമ്മളിലൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ അതിന്റെ ലക്ഷ്യം അതാണ്. അത് നമ്മുടെ കൽബിന് വിശാലതയേകും. ഈ കാര്യങ്ങളൊക്കെ നാം പറയുന്നു, പിന്നെ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നാം ഇത് പരിശ്രമിച്ചാൽ തീർച്ച സലഫുകൾ പറഞ്ഞ വാക്ക് നമുക്ക് പറയാൻ പറ്റും. സലഫുകൾ പറഞ്ഞിട്ടുള്ള വാക്കുണ്ടല്ലോ, ഈ അവസ്ഥയാണ് സ്വർഗത്തിലുള്ളതെങ്കിൽ അത് വല്ലാത്തൊരു ജീവിതം തന്നെ ആയിരിക്കും എന്നുള്ള വാക്ക് നമുക്കും പറയാൻ പറ്റും. ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സദഖയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിലൂടെ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. അടുത്ത ഫസ്ലുൻ ഫീ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സിയാം, നോമ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിസ്കാരം പറഞ്ഞു, അതുപോലെ തന്നെ സക്കാത്ത് പറഞ്ഞു. അടുത്തത് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോമ്പിന്റെ അഥവാ അസ്സിയാം എന്നുള്ള വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം അൽ ഇംസാഖ് എന്നാണ്. പിടിച്ചു വെക്കുക, പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അഥവാ നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ ശഹ്വത്തുകളെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നോമ്പിന്റെ ഉദ്ദേശം. അതിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. മിൻ തുലൂഇൽ ഫജ്രി ത്സാനി ഇലാ ഗുറൂബി ശംസി മഅ നിയ്യ, നിയ്യത്തോടുകൂടി ഫജ്ർ മുതൽ ഗുറൂബ് ശംസ് വരെ ഭക്ഷണപാനീയങ്ങളും ദേഹേച്ഛകളും എല്ലാം ഒഴിവാക്കുന്നതിനാണ്, അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുന്നതിനാണ് പിന്നെ അസ്സിയാം എന്ന് ദീനീപരമായിട്ട് ഇസ്ലാഹിയായിട്ട് പറയുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, എന്താണ് ഈ നോമ്പിന് ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ആദ്യം പറയുന്നത് നോമ്പിന്റെ ഹിക്മത്താണ്. നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. പിന്നെ അതിന്റെ മസലകൾ പറയുന്നുണ്ട്. ലമ്മാ കാനൽ മഖ്സൂദ് മിന സിയാമി ഹബ്സൻ നഫ്സി അനി ശഹ്വാത്ത്, നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹബ്സുൻ നഫ്സി അനി ശഹ്വാത്ത്, ഇച്ഛകളിൽ നിന്ന് സ്വന്തത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. ശഹ്വത്തുകളിൽ നിന്ന് സ്വന്തത്തെ പിടിച്ചു നിർത്തുക എന്നാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശം. ലിതസ്തഇദ്ദ ലിത്വലബി മാ ഫീഹി ഗായതു സഅദതിഹാ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ലഭിക്കുന്ന ആ വലിയൊരു സൗഭാഗ്യവും നേട്ടവും ലഭിക്കാൻ വേണ്ടി. വഖബൂലി മാ തസ്കൂ ബിഹി മിമ്മാ ഫീഹി ഹയാതുഹൽ അബദിയ്യ,
അതുപോലെ അതിലൂടെ ലഭിക്കുന്ന ശുദ്ധീകരണം, മനസ്സിനും ശരീരത്തിനുമെല്ലാം ലഭിക്കുന്ന പരലോകത്തേക്ക് ഉപകരിക്കുന്ന ആ ശുദ്ധീകരണം, അതിന് തയ്യാറാകാനും അതുപോലെ തന്നെ വിശപ്പിന്റെയും ദാഹത്തിന്റെയും ആധിക്യം കുറക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അതായത് വിശപ്പിന്റെയും ദാഹത്തിന്റെ ആധിക്യം കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ, ഇഷ്ടപ്പെടുന്ന ഭക്ഷണമൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പാനീയങ്ങൾ വാങ്ങി കുടിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അതപ്പം കഴിക്കുക. അങ്ങനെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പിന്റെ ആധിക്യം കൂടും. വിശപ്പിന്റെ ആധിക്യം കൂടുക പറഞ്ഞാൽ വിശപ്പിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന ആൾക്ക് കുറച്ചു നേരം വിശപ്പ് എന്ത് ചെയ്യാൻ പറ്റൂല, വിശപ്പ് പിടിച്ചു വെക്കാൻ പറ്റില്ല. ആഗ്രഹിക്കുന്ന ഒരു കാര്യം എപ്പോഴും കഴിക്കുന്ന ഒരാൾക്ക്. അപ്പൊ നോമ്പിലൂടെ എന്താ ഉണ്ടാവുന്നത്? ആ നോമ്പിൽ പിടിച്ചു വെക്കുന്നതോടുകൂടി വിശപ്പ് എന്നുള്ള അല്ലെങ്കിൽ ദാഹം എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളുടെ മൂർച്ച അതവിടെ കുറയും. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കാലം റമളാൻ വിട്ടിട്ട് സുന്നത്തായ നോമ്പെടുക്കാതെ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു നോമ്പെടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കും. എന്നാൽ നോമ്പ് ഇങ്ങനെ ഒന്നരാടം നോമ്പോ അല്ലെങ്കിൽ തിങ്കൾ വ്യാഴം നോമ്പ് ശീലിച്ച ഒരാളാണെങ്കിലോ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും? ഇല്ല, കാരണം അയാളുടെ ശരീരം അതിന് തയ്യാറായിട്ടുണ്ടാവും. അപ്പോ ആ വിശപ്പിന്റെയും ദാഹത്തിന്റെയും മൂർച്ച കുറക്കാൻ നോമ്പ് ഉപകരിക്കും. അതുപോലെ തന്നെ നോമ്പ് കൊണ്ടുള്ള ഹിക്മത്തിൽപ്പെട്ടതാണ് മിസ്കീനുകൾ, ദരിദ്രന്മാർ, അവര് വിശപ്പ് അനുഭവിക്കുന്ന, അവര് ദാഹം അനുഭവിക്കുന്ന ആ അവസ്ഥയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം. ഇപ്പോ ഇസ്ലാമില് ദരിദ്രരായി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ചിലപ്പോൾ ഭക്ഷണം ലഭിക്കാതെ പട്ടി കിടക്കുന്ന അവസ്ഥ ഉണ്ടാവും. സമ്പന്നർക്ക് എപ്പോഴും ഭക്ഷണം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവും. പക്ഷെ നോമ്പ് എന്നുള്ളൊരു ഇബാദത്ത് ഒരു സമ്പന്നൻ ചെയ്യുകയാണെങ്കിലും ദരിദ്രൻ ചെയ്യുകയാണെങ്കിലും അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. അവരുടെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കിയുള്ള അവസ്ഥ. അപ്പൊ അതിന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കാനും കൂടിയാണ് അതും ഇതിന്റെ ഹിക്മത്തിൽ പെട്ടതാണ്. മറ്റൊരു ഹിക്മത്ത് നോമ്പിന്റെ പറയുന്നത്, പിശാചിന് പ്രവേശിക്കുന്ന മാർഗങ്ങളെ ഞെരിക്കുക, ഭക്ഷണപാനീയത്തിന്റെ ആ മാർഗം ഞെരിക്കുന്നത് വഴി. അതായത് പിശാചി എന്നുള്ളത് നമ്മോടൊപ്പമുള്ള, നമ്മെ വഴിതെറ്റിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ മനുഷ്യന്റെ ഉള്ളിൽ കയറാൻ കഴിവ് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. അതുപോലെ രക്തം സഞ്ചരിക്കുന്ന മനുഷ്യനിൽ രക്തം സഞ്ചരിക്കുന്നതിലൂടെ എല്ലാം പിശാച് സഞ്ചരിക്കുന്നതാണ്. അവ മനുഷ്യന്റെ ഉള്ളിൽ പിശാചിന്റെ സഞ്ചാരം അത് കുറക്കാൻ വേണ്ടി പ്രോത്സാഹനമേകുന്ന അല്ലെങ്കിൽ അതിന് ശക്തിയേകുന്ന ഒരു കാര്യമാണ് നോമ്പ് എന്നുള്ളത്. കാരണം ഭക്ഷണവും പാനീയങ്ങളും നമ്മൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സ് പ്രേരിപ്പിക്കുക പാപങ്ങളിലേക്കായിരിക്കും. ഇപ്പോ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് സലഫുകളിൽപ്പെട്ട വ്യക്തി പറഞ്ഞാണ്, മൻ മലക ബത്നഹു മലക ദീനഹു. ആരാണോ അവന്റെ വയറിനെ നിയന്ത്രിക്കുന്നത് അവൻ അവന്റെ ദീനിനെ നിയന്ത്രിക്കുന്നു. കാരണം നമ്മളെന്താ കഴിച്ചാൽ വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാനും ഖുർആൻ ഓതാനാണോ തോന്നുക, അതോ വേറെ എന്തെങ്കിലും ഹറാമിലേക്കുള്ള പ്രേരണ കൂടുക? ഹറാമിലേക്കുള്ളതായിരിക്കും, അല്ലെങ്കിൽ അലസതയിലേക്കായിരിക്കും. ഒരിക്കലും വയറിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം നിസ്കരിക്കാൻ തോന്നും ഇല്ല. അതേസമയം ഭക്ഷണം ആവശ്യത്തിന് മാത്രം കഴിച്ചു നോക്കി ഇബാദത്തുകൾക്കുള്ള പ്രേരണ സ്വാഭാവികമായിട്ടും കൂടും. ഇത് അറിയപ്പെട്ടൊരു കാര്യമാണ്, നമുക്ക് അനുഭവത്തിൽ അറിയപ്പെട്ടൊരു കാര്യമാണ്. അപ്പോ ഈ ഭക്ഷണപാനീയങ്ങൾ കുറക്കുക വഴി പിശാചിന് നമ്മുടെ മേലെയുള്ള സ്വാധീനം കുറക്കാൻ ഫഹുവ ലിജാമുൽ മുത്തഖീൻ. ഇതിൽ ഇബ്നു ഖയ്യിം പറയാണ്, മുത്തഖീങ്ങളുടെ കടിഞ്ഞാണാണ് നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ തെറ്റുകളിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പാപങ്ങൾ സംഭവിക്കുന്നുണ്ട്, ക്ഷമ നഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹുവിന്റെ ദിക്ർ കുറയുന്നുണ്ട് എന്നൊക്കെ തോന്നുമ്പോ സ്വന്തം നഫ്സിനെ പിടിച്ചു നിർത്താനുള്ള, കടിഞ്ഞാന്ന് പറഞ്ഞാൽ എന്താ, ഒരു മൃഗം മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന സാധനമാണ് കടിഞ്ഞാന്ന് പറഞ്ഞാൽ. അപ്പൊ സ്വന്തം നഫ്സിനെ പിടിച്ചു നിർത്താനുള്ള സാധനമാണ് ഈ നോമ്പ് എന്നുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ നല്ല ത്വാഅത്തും അനുസരണവും ഈമാനും ദിക്റും കൂടുന്ന സമയം ഉണ്ടാവും. എന്നാൽ ഏത് സമയവും പാപത്തിനെ കുറിച്ച് ഓർമ്മ, അതിനേക്കുള്ള പ്രേരണ, അങ്ങനെ സമയം ഉണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സുന്നത്തായി നോമ്പെടുത്ത് വെക്കും. നമുക്ക് തീരെ കൺട്രോൾ കിട്ടുന്നില്ല വിചാരിക്കുക, ഈ പാപങ്ങളിൽ വീട് പോകുന്ന അവസ്ഥ വിചാരിക്കുക. 2-3 ദിവസം നോമ്പെടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നരാടം കുറച്ച് ദിവസം നോമ്പെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തഖ്വ ഉണ്ടാകുന്നത് നമ്മൾ അറിയും. നമ്മുടെ നഫ്സിനെ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിക്കും, അതിനുള്ള പ്രേരണ നമുക്ക് ലഭിക്കും. ഏതിലൂടെ? ഈ ഒരു നമുക്ക് തീരെ കൺട്രോൾ കിട്ടുന്നില്ല വിചാരിക്കുക, ഈ പാപങ്ങളുടെ വീട് പോകുന്ന അവസ്ഥ വിചാരിക്കുക. 2-3 ദിവസം നോമ്പെടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നരാടം കുറച്ച് ദിവസം നോമ്പെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തഖ്വ ഉണ്ടാകുന്നത് നമ്മൾ അറിയും.
നമ്മുടെ നഫ്സിനെ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിക്കും. അതിനുള്ള പ്രേരണ നമുക്ക് ലഭിക്കും. ഏതിലൂടെ? ഈ ഒരു നോമ്പ് ശീലിപ്പിക്കുന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. അത് നോമ്പിന്റെ നേട്ടങ്ങൾപ്പെട്ടതാണ്. വജുന്നത്തുൽ മഹാരിബീൻ എന്നിട്ട് വജുന്നത്തുൽ മുഹാരിബീൻ, യുദ്ധം ചെയ്യുന്നവരുടെ പരിചയാണ് ഈ നോമ്പ് എന്നുള്ളത്. അതായത് ഹദീസിൽ വന്നിട്ടുണ്ട് അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് എന്നുള്ളത് പരിചയമാണ്. യുദ്ധം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശൈത്താനുമായിട്ടുള്ള യുദ്ധമാണ്. ശൈത്താനുമായിട്ടുള്ള മുസ്ലിം മരണം വരെ യുദ്ധത്തിലാണ്. അൽ ഹർബുൽ മുസ്തമിർ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ കാണാം. നിലനിൽക്കുന്ന യുദ്ധമാണ് പിശാചുമായിട്ടുള്ളത്. ആ യുദ്ധത്തിൽ തന്നിലേക്കുള്ള അപകടങ്ങളെ തടഞ്ഞു നിർത്താനുള്ള പരിചയമാണ് നോമ്പ്. ജുന്നത്തുൽ മുഹാരിബീൻ, യുദ്ധം ചെയ്യുന്നവരുടെ പരിചയമാണ്. അതായത് ഈ ഹറാമിലേക്ക് വീഴ്ത്താനുള്ള പിശാചിന്റെ ശ്രമത്തെ എതിർത്ത് നിൽക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് നോമ്പ് എന്നുള്ളത്. പിശാച് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏത് സമയത്തും നമ്മെ തെറ്റിക്കാൻ നോക്കുകയാണ്. മരണം വരെ, അവസാനത്തെ നമ്മുടെ നഫസ് വരെ, ശ്വാസം വരെ പിശാചം പ്രവർത്തിക്കാൻ നോക്കും. അപ്പോ പിശാച് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും. നമ്മൾ വിചാരിക്കും, നമ്മളെപ്പോഴും ഭയപ്പെടുക വലിയൊരു തിന്മ, ഞാൻ അതിലേക്ക് പോകുന്നില്ലല്ലോ, അങ്ങനെ ചെയ്യുന്നില്ലോ. പിശാച് ചെറുതായിട്ട് അതിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അപ്പൊ അതിനുള്ള വഴികളെല്ലാം തടഞ്ഞു നിർത്താൻ ഉപയോഗിക്കുന്ന പരിചയമാണ്. പുണ്യം ചെയ്യുന്ന അള്ളാഹുലേക്ക് അടുത്തിട്ടുള്ള ആളുകളുടെ പരിശീലനമാണ് നോമ്പ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ തഖ്വ വർദ്ധിപ്പിക്കാൻ, അവരുടെ ഈമാൻ വർദ്ധിക്കാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിക്കാൻ, ഖുർആൻ പാരായണം വർദ്ധിക്കാൻ, അല്ലെങ്കിൽ അതുപോലുള്ള ഓരോ കാര്യങ്ങളും വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്, അവരുടെ പരിശീലനമാണ് നോമ്പ് എന്നുള്ളത്. അപ്പൊ ഈ നോമ്പ് എടുത്തു കഴിഞ്ഞാല് ഈ ഭക്ഷണം കുറച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ടും നോമ്പ് അതിൽ പ്രധാനമാണ് നോമ്പ്. നോമ്പിനുണ്ടാകുന്ന വലിയൊരു സ്വാധീനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫഹ്മ് കൂടും. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള
തലച്ചോറിന്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ ശേഷി കൂടും നോമ്പെടുക്കുന്നതിലൂടെ. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനും അതുപോലെ കാര്യങ്ങൾക്ക് ഉപകരിക്കും. എന്നിട്ട് പറയാണ് ബാക്കിയുള്ള കർമ്മങ്ങളിൽ അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള കർമ്മമാണ് നോമ്പ് എന്നത്. നമുക്ക് ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞതായിട്ട് കുല്ലു അമലി ബിനി ആദമ ലഹു, ഏതൊരു കർമ്മം മനുഷ്യൻ ചെയ്യുന്നതും അവന് വേണ്ടിയിട്ടാണ്, ഏതൊരു നേട്ടം വേണ്ട. ഇല്ല സിയാം, നോമ്പൊഴികെ. അസിയാമു ലീ വഅന അജ്സീ ബിഹി, നോമ്പ് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ അവന് പ്രതിഫലം കൊടുക്കും. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? പറയാണ് കാരണം നോമ്പുകാരൻ ഒന്നും ചെയ്യുന്നില്ല, നോമ്പുകാരൻ ഒന്നും കൂടുതലായിട്ട് അവനൊന്നും ചെയ്യുന്നില്ല. അവനാകെ ചെയ്യുന്ന എന്താണ്? അവന്റെ ഇച്ഛകളെ അവൻ ഒഴിവാക്കുന്നു എന്ന് മാത്രം. ഭക്ഷണം കഴിക്കുക എന്നുള്ള ഇച്ഛയാണ്, വെള്ളം കുടിക്കുക എന്നുള്ള ഇച്ഛയാണ്, അതുപോലെ ഭാര്യാഭർത്തൃ ബന്ധം ഇച്ഛയാണ്, അതിനെ അവൻ ഒഴിവാക്കുന്നു എന്ന് മാത്രം, അവനാണ് പിടിച്ചു നിർത്തുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പറയാണ് അതിന്റെ പ്രത്യേകത ഒന്നിനും പറയാണ്, ആ നോമ്പിന്റെ ഉദ്ദേശം ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ അള്ളാഹുവിനുള്ള ഇഷ്ടത്തിന് വേണ്ടി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് അവന് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഇതിനേക്കാൾ, എനിക്ക് ഭക്ഷണത്തിനോടുള്ളതിനേക്കാൾ, എനിക്ക് പാനീയങ്ങളോടുള്ളതിനേക്കാൾ, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളോടുള്ളതിനേക്കാൾ വലുതാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം. കാരണം അള്ളാഹു അത് എന്നോട് കുറച്ചു നേരം വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞാൽ ഞാനത് ചെയ്യും എന്ന് തെളിയിച്ചു കൊടുക്കലാണ്. അത് അടിമയും റബ്ബും തമ്മിലുള്ള ഒരു രഹസ്യമാണ്. കാരണം നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമയും റബ്ബും തമ്മിലുള്ള രഹസ്യമാണ്. ഇതിൽ കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ബാഹ്യമായിട്ട് അവൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്ന അറിയുന്നുണ്ട്. അതായത് ഒരു ഒരാൾ നോമ്പുകാരനാണ്, അല്ലെങ്കിൽ റമളാനിൽ നോമ്പെടുക്കുന്ന ഒരാള്, അവൻ ബാഹ്യമായിട്ട് ആളുകളെ വിളിച്ച് വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ബാഹ്യമായിട്ടുള്ള കാര്യമാണെങ്കിലും അവനത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നതുകൊണ്ടാണ്. കാരണം അവന് ഇത് പറയാണ്, ആരും കാണുന്നില്ല എങ്കിൽ കൂടി ആ നോമ്പുകാരൻ ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നു എന്നുള്ളത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണെന്ന് അറിയിക്കുന്ന നോമ്പിന്റെ ഒരു ഹഖീഖത്താണത്. വലിയൊരു കാര്യമാണത്. ഇപ്പോ ബാക്കിയുള്ള നിസ്കാരം നമുക്ക് എന്ത് ചെയ്യും, ആൾക്കാര് കാണും, നിസ്കരിക്കുന്നത് കാണും, സ്വതക്ക് കൊടുക്കുന്ന ആളുകൾ കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നന്മ ചെയ്യുന്ന ആളുകൾ കാണാം. പക്ഷെ നോമ്പ് എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ഒഴിവാക്കുകയാണ്. അത് ആളുകളുടെ മുമ്പിലല്ല, നമ്മൾ ഒറ്റയ്ക്കുണ്ടാവുന്ന സമയത്ത് ഇത്രയും ഉണ്ടാവും. നോമ്പിന്റെ സമയത്ത് ആ സമയത്ത് അവൻ എന്ത് ചെയ്യാം, നോമ്പ് കുറയുന്ന കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആ സമയത്തും അത് പിടിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നോമ്പിന് ആ പ്രത്യേകത പറഞ്ഞിട്ടുള്ളത്. ഇനി പറയാണ് നോമ്പിന്റെ ഹിക്മത്തുകൾ പറയാണ്, ആ നോമ്പ് കൊണ്ട് ഇതുപോലെയുള്ള ദീനിയായ നേട്ടങ്ങളെ പോലെ തന്നെ ബാഹ്യമായിട്ടുള്ള ഒരാളുടെ ആരോഗ്യം, ഒരാളുടെ ശരീരം, അതെല്ലാം സംരക്ഷിക്കുന്നതിലും എന്തുണ്ട്, സ്വാധീനമുണ്ട്. ഇപ്പൊ ഇമാം തൊബ്രാനി ഉദ്ധരിക്കുന്ന റിവായത്തിൽ അബൂ ഹുറൈറയുടെ ഹദീസിൽ സഹിഹാണെന്ന് പരിശോധിക്കണം, റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സൂമു തസിഹു. ഇത് വൈഫാണെന്നാണ് എന്റെ അറിവ്. പിന്നെ അല്ലാഹു അഅലം. എന്തായാലും അതിന്റെ ഉദ്ദേശം നോമ്പ് നോൽക്കൂ, ആരോഗ്യം ഉണ്ടാകും. ഇത് വൈഫ് ആക്കിയിട്ടുള്ള പണ്ഡിതന്മാർ തന്നെ വിശദീകരിക്കുന്നുണ്ട്, അതിന്റെ ആശയം ശരിയാണ്. കാരണം നോമ്പ് നോൽക്കുമ്പോൾ ഒരാളുടെ ആരോഗ്യത്തിന് ബാഹ്യമായ ഗുണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ആന്തരികമായ അവയവങ്ങളിൽ ദോഷങ്ങൾ എത്തിച്ചേരുന്നതിൽ, പ്രത്യേകിച്ച് വയറിലും മറ്റും അവന് ഉപകരിക്കാത്ത ദോഷങ്ങൾ എത്തിച്ചേരുന്നതിൽ അതിനെ തടഞ്ഞു നിർത്താൻ നോമ്പ് സഹായിക്കും. അതുപോലെ നോമ്പ് കൊണ്ട് അവന്റെ ശരീരത്തിൽ വയറിനകത്തും മറ്റുമെല്ലാമുള്ള പിന്നെ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുന്നതിലും നോമ്പിന്റെ നേട്ടമുണ്ട് എന്നുള്ളത്. നോമ്പ് കൊണ്ട് ദീനിയായിട്ടുള്ള നേട്ടങ്ങൾ പറഞ്ഞു. ഭൗതികമായിട്ടുള്ള ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊബീബായിരുന്നു. അതായത് തിബൻ നബി പോലെ കിതാബ് എഴുതിയിട്ടുള്ള വൈദ്യത്തിൽ നല്ല അറിവുള്ള ആളാണ് ആര്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. വെറുതെ എഴുതുകയല്ല,
ഇന്നത്തെ ഒരു ഡോക്ടർമാരെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന പോലെ വൈദ്യശാസ്ത്രത്തിൽ അറിവുള്ള ആളാണ് ഇബ്നുൽ ഖയ്യിം എന്നുള്ളത്. ഈ ജാദുൽ മആദിന്റെ തന്നെ ഒരു മൂല്യമാണ് തിബ്ബുൻ നബി എന്ന് പറയുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൈദ്യശാസ്ത്രത്തിൽ അറിവുണ്ട് എന്നുള്ളത്. അപ്പോ നോമ്പ് കൊണ്ട് ഇതുപോലെ ശരീരത്തിലേക്ക് ദോഷങ്ങൾ കയറുന്നതും ഇനി എന്തെങ്കിലും ദോഷങ്ങൾ ശരീരത്തിൽ മനുഷ്യന് ആരോഗ്യത്തിന് ദോഷമായിട്ടുള്ളത് അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുന്നതിനും നോമ്പിന് സ്വാധീനമുണ്ട്. അപ്പോൾ ദീനിയായിട്ടുള്ള നേട്ടങ്ങളുമുണ്ട്, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുമുണ്ട്. എന്നിട്ട് പറയാൻ അത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ തഖ്വ നേടുന്നതിൽ ഏറ്റവും സഹായകമാകുന്ന ഒരു കാര്യമാണ്. ഉറപ്പ്. ഇപ്പൊ ചില യുവാക്കളോ യുവതികളോ ആരും വളർത്തെ അവരൊക്കെ ചിലപ്പോഴൊക്കെ അവർക്ക് ഉണ്ടാകുന്ന ചില പിന്നെന്താണ് അള്ളാഹിനെ സൂക്ഷിക്കുക എന്നുള്ളത് അതിലൊരു സ്ഥിരത ലഭിക്കാത്തൊരവസ്ഥ. തീർച്ചയായും നോമ്പെടുത്ത് ശീലിച്ചു വെക്കും. ഏതൊരാൾക്കും നോമ്പ് തിങ്കളും വ്യാഴം എന്ന നിലക്കോ അല്ലെങ്കിൽ 2 ദിവസം ഇടപെട്ടിട്ടോ 1 ദിവസം ഇടപെട്ടിട്ടോ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണോ സാധിക്കുക സുന്നത്തായ നോമ്പ് നോറ്റ് ശീലിച്ചു കഴിഞ്ഞാൽ ആ തഖ്വയിൽ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് തഖ്വ വർദ്ധിക്കും. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്ത് നോമ്പ് നിർബന്ധമാക്കിയത് പറയുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ തഖ്വ നമുക്ക് പാപങ്ങൾ സംഭവിച്ചു പോകുമ്പോൾ, ഹറാമുകളോട് ഇഷ്ടം തോന്നുമ്പോൾ, അതിലേക്ക് ചായ്വ് തോന്നുമ്പോൾ, അതിലേക്ക് നമ്മൾ വീണ് പോകുന്നുണ്ട് തോന്നുമ്പോൾ നോമ്പെടുത്ത് ശീലിച്ചാൽ വലിയ മാറ്റം നമുക്കതിൽ കണ്ടെത്താൻ സാധിക്കും. വഅമറ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇസ്തദ്ദത് അലൈഹി ശഹവതുഹു ലിന്നിക്കാഹി വലാ ഖുദ്റത ലഹു അലൈഹി ബിസ്സിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, ഒരാൾ, ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ നിക്കാഹിനുള്ള അഥവാ ശാരീരിക ബന്ധത്തിനുള്ള വിവാഹം കഴിക്കാനുള്ള ശേഷി, അതിനോടുള്ള ശഹവത്ത് അവന് അധികരിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെയുള്ള അവസ്ഥയിൽ അവന് വിവാഹം കഴിക്കാനുള്ള കഴിവില്ല, അഥവാ വിവാഹം കഴിക്കാൻ സമ്പത്തോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള സാഹചര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല എങ്കിൽ അലൈഹി ബിസ്സിയാം, അവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ള എന്താണ്? അങ്ങനെയുള്ള ആളുകളോട് നോമ്പ് നോൽക്കാനാണ്. വജഅലഹു വിജാഅ ഹാദിഹി ശഹ്വ, ഈ ഒരു ശഹ്വത്തിന് അഥവാ ലൈംഗികപരമായിട്ടുള്ള അങ്ങനെയുള്ള ശഹ്വത്തിനൊരു വിജാ ആയിക്കൊണ്ട് ഈ നോമ്പ് മാറും. അപ്പൊ ഹദീസിൽ തന്നെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? യാ മഅശറ ശബാബ്, യുവാക്കളെ, മൻ ഇസ്തതാഅ മിൻകും അൽബാഅത്ത് ഫലിയതസവ്വജ്, വിവാഹം എന്നുള്ള ഒരു കാര്യം ഒരു പെൺകുട്ടിക്ക് അവളുടെ ചിലവുകൾ, അവൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം, വസ്ത്രവും ഭക്ഷണവും താമസവും ഒക്കെ നൽകിയിട്ട് സംരക്ഷിക്കാനുള്ള നോക്കാനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുക. അത് നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്താൻ നിങ്ങളെ സഹായിക്കും. മുഖ്യസ്ഥാനത്തിന് ഒരു സംരക്ഷണമേകും, അഥവാ ഹറാമുകളിൽ നിന്ന്. ഇനി അതിൽ സാധിക്കുന്നില്ല, അതിനുള്ള സാഹചര്യം ഇല്ല, അതിനുള്ള ഒരു അവസ്ഥ ഇല്ലാണെങ്കിൽ ഒന്ന് നോക്കി നോക്കട്ടെ. അവൻ അതൊരു വിജാ ആകും. വിജാ എന്ന പദത്തിന് നമ്മൾ മലയാളത്തിൽ പിന്നെ പരിചാന്നോ അങ്ങനെ എന്തോ അർത്ഥം പറയും. വിജാ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം ഫസാഹ് എന്നാണ്. അതായത് പിന്നെ ശണ്ഡീകരിക്കുക. അതായത് ഈ ഒരു വിജാ എന്ന് പറഞ്ഞാൽ നോമ്പ് എന്നുള്ളത് ഈ ഒരു ശഹ്വത്തിനുള്ള ശണ്ഡീകരണമാണ് എന്നത്. അതായത് ശണ്ഡീകരിച്ച വ്യക്തിക്ക് ലൈംഗികമായിട്ടുള്ള ചിന്തകളോ അതിന് സാധിക്കുകയില്ല. അപ്പൊ അതുപോലെ ആ ഒരു വികാരത്തെ നിയന്ത്രിക്കാനുള്ള ആ ഒരു വികാരത്തിനുള്ള ശണ്ഡീകരണമാണ് നോമ്പ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോ യുവാക്കൾ, വിവാഹത്തിന് പിന്നെ ശേഷി എത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ ശഹ്വത്ത് എത്തിയിട്ടുള്ള ആളുകൾക്ക് 2 ഓപ്ഷനാണ് വിശ്വാസം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വിവാഹം കഴിക്കുക, അതിനുള്ള സാഹചര്യം അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതില്ല എങ്കിൽ അവന് നോമ്പ് നോൽക്കട്ടെ. കാരണം ആ ഒരു ശഹ്വത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന കാര്യമാണ് നോമ്പ് എന്നുള്ളത്. അത് യുവാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോമ്പ് നോറ്റ് ശീലിച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലയിൽ നമുക്ക് സംരക്ഷണമേകുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തഖ്വ നിലനിർത്തുന്നതിലും ഈ ഒരു ഉപദേശം പറഞ്ഞു കാണാം. നബി പറയാണ്, വകാന ഹദിയുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി അക്മല ഹദിയിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്നുള്ളതാണ് ഏറ്റവും പരിപൂർണമായിട്ടുള്ളത്. നമ്മൾ ആലോചിച്ചു, ഇസ്ലാമിന്റെ ഒരു മഹത്വം ആലോചിച്ച് നോക്കി. ഓരോ മനുഷ്യന്റെ ഫിത്രത്തിനോട് ഇത്രയും യോജിച്ച ഒരു നിയമവ്യവസ്ഥ, നിയമസംഹിത ഒരാൾക്കും കൊണ്ടാൻ സാധിച്ചിട്ടില്ല. കാരണം ഒരു മനുഷ്യൻ ഒരു പ്രായത്തിലെത്തിയാൽ അത് നിങ്ങളുടെ ആവശ്യമാണ്.
മനുഷ്യന് ആവശ്യമുള്ളതൊന്നും അള്ളാഹു ഹറാമാക്കിയിട്ടില്ല. മനുഷ്യന് ദോഷമുള്ള കാര്യങ്ങൾ മാത്രമേ ഹറാമാക്കിയിട്ടുള്ളൂ. അപ്പൊ മനുഷ്യനോട് വിവാഹം കഴിക്കരുത്, വിവാഹം നിങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപക്ഷെ പറയാം അത് ഗുരുമാണ് എന്ന് പറയാം. കാരണം ഇങ്ങനെ ഒരു ഇച്ഛ വെച്ചിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഹലാലായ മാർഗം കൊടുത്തിട്ടില്ല എങ്കിൽ. പക്ഷെ അതിനുള്ള ഹലാലായ മാർഗം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വികാരം ചില ആളുകൾ കൂടുതലാണെങ്കിൽ 4 കല്യാണം വരെ കഴിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. കാരണം അത് സൃഷ്ടിച്ച റബ്ബിനറിയാം എന്താണ് മനുഷ്യന് ആവശ്യമുള്ളത്, എന്താണ് മനുഷ്യന് ദോഷമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള മാതൃക ഏറ്റവും പരിപൂർണമാണ്. അത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, ഏതൊരു കാര്യമാണ് പഠിപ്പിക്കുന്നത് അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള അതാണ് ഈ ഒരു വൈകാരികമായ പ്രായത്തിൽ കഴിഞ്ഞാൽ വിവാഹം കഴിക്കുക, അതിലൂടെ ആ ലക്ഷ്യം പൂർത്തിയാകുന്നു. അതില്ലെങ്കിൽ നോമ്പ് വെക്കുക, അതിലൂടെ അവന് സംരക്ഷണം ലഭിക്കുന്നു. അത് ഓരോരുത്തർക്കും ഏറ്റവും എളുപ്പമുള്ളതുമാണ്, ഓരോ മനുഷ്യന്റെ ആ നഫ്സിന് എളുപ്പമുള്ളതുമാണ് എന്നിട്ട് പറയാണ്. ഇപ്പോ ഇത്രയും നോമ്പുമായി ഉദ്ദേശിച്ചിട്ടുള്ള ഹിക്മത്തുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്ത ഭാഗം വരുന്നത് നോമ്പിന്റെ മസ്അലകളാണ്, മസായിലുകളാണ് ഇനി കുറച്ച് വരുന്നത്. എന്തൊക്കെയാണ്, എപ്പോഴാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനിയുള്ള മസ്അലകളൊക്കെ വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസത്തിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ എല്ലാ മേഖലയിലും പിൻപറ്റാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.